പ്രിയമുള്ളവരെ, കടത്തനാട് ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൻ്റെ 3ാം എഡിഷൻ്റെ ഉദ്ഘാടനമാണ് ഏതാനും നിമിഷങ്ങൾക്കകം ഇവിടെ നടക്കുവാൻ പോകുന്നത്. കടത്തനാടിൻ്റെ സാഹിത്യ സാംസ്കാരിക ചരിത്രത്തിൻ്റെ താളുകളിൽ വീണ്ടും ഒരു 3ാം അധ്യായത്തിന് തുടക്കം കുറിക്കുകയാണ്. ജനുവരി 9, 10, 11 തീയതികളിൽ കേരളത്തിലെ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ, കവികൾ, അതുപോലെ നോവലിസ്റ്റുകൾ, ചെറുകഥാകൃത്തുക്കൾ, ചിന്തകർ, സംഗീതം, അതുപോലെ വ്യത്യസ്ത മേഖലകളിൽ സംസ്കാരത്തെ ഉദ്ദീപിപ്പിക്കുന്ന വ്യക്തികളുടെ ഒരു കൂട്ടായ്മയും അങ്ങനെ സംവാദങ്ങളും 3 ദിവസങ്ങളിലായി നടക്കാൻ പോകുകയാണ്. ഈ ഉദ്ഘാടനത്തിന് മുമ്പ് ഇതിൻ്റെ തുടക്കമായി ഇവിടെ റിയ രമേശ് ഒരു നൃത്തം അവതരിപ്പിച്ചു. ശൈവതാളത്തിൽ പ്രകൃതിയുടെ എല്ലാ ഭാവങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് മോഹനമായ പാർവതീ രൂപം പൂണ്ട് ഈ പോക്കുവെയിലിൽ നിന്ന് സാന്ധ്യ വെളിച്ചത്തിലേക്ക് കടക്കുമ്പോൾ നമ്മുടെ സാഹിത്യോത്സവത്തിൻ്റെ വരവ് കുറിച്ചു കഴിഞ്ഞു. ഇനി ഉദ്ഘാടന കർമ്മമാണ് നടക്കാൻ പോകുന്നത്. ഈ സാഹിത്യ ഫെസ്റ്റിവലിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെക്കുറിച്ച് ഞാനൊന്നും സംസാരിക്കുന്നില്ല. നിങ്ങൾ ഉദ്ഘാടകൻ കർമ്മത്തിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു എന്ന് എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. എങ്കിൽ കൂടി ഈ വർത്തമാനകാലത്തിൽ ചിന്തയുടെ വെളിച്ചം കെട്ടുപോകാതെ സൂക്ഷിക്കേണ്ടത് ഈ ഭൂമിയെ സ്നേഹിക്കുന്നവരും മനുഷ്യരെ സ്നേഹിക്കുന്നവരുടെയും ഒരു കടമയാണെന്ന് ഉള്ളതുകൊണ്ട് ഓരോ അവസരത്തിലും നിങ്ങളെ ഹൃദയത്തിലുള്ള ജീവിതത്തോടും മനുഷ്യ കാമനകളോടും നമ്മുടെ സംസ്കാരത്തോടുമുള്ള തിരി ഓരോ വർഷവും ഊതി ഒന്ന് പ്രകാശിപ്പിക്കുക എന്ന കടമയാണ് കടത്തനാട് ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ആദ്യ എഡിഷൻ നടത്തുമ്പോൾ ഞങ്ങൾക്ക് സംശയങ്ങളുണ്ടായിരുന്നു. കടത്തനാടിൻ്റെ സാംസ്കാരിക സാഹിത്യ ചരിത്രങ്ങളിലേക്കൊന്നും കടക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഒന്ന് ഉത്ഖനനം ചെയ്തപ്പോൾ ദീപ്തമായ കൈകളുമായി ഈ കലാസാഹിത്യ സാംസ്കാരിക ഭൂമികയിൽ നിന്നുകൊണ്ട് ഹൃദയത്തോടെ നിങ്ങൾ ഞങ്ങളെ സ്വീകരിച്ചത് ഞങ്ങൾ തിരിച്ചറിഞ്ഞു. അതിൻ്റെ ഉണർവിൽ 2ാമത്തെ തിരിയും പ്രശോഭിതമായി 2-3 നാളുകൾ കൊണ്ട് നിങ്ങൾക്ക് സാംസ്കാരിക വിഭവങ്ങൾ ഒരുക്കിത്തന്നുകൊണ്ട് ഞങ്ങൾക്ക് നിങ്ങളുടെ മുമ്പിൽ ആർജവത്തോടെ തലയുയർത്തി നിൽക്കുവാൻ കഴിഞ്ഞു. 3ാമതും ഞങ്ങൾ നിൽക്കുന്നത് അതേ നിങ്ങൾ നൽകിയ ഊർജത്തിൻ്റെ ബലത്തിലാണ്. സാംസ്കാരിക സമുന്നതത്തിൻ്റെതായ ആ നദി ഒരിക്കലും കടത്തനാടിൽ നിന്ന് അവസാനിക്കുകയില്ല എന്ന് ഉച്ചസ്ഥൈര്യം പ്രഖ്യാപിക്കുന്ന നിങ്ങളുടെ മുമ്പിലേക്കാണ് ഈ 3ാം എഡിഷൻ്റെ തുടക്കം കുറിക്കുന്നത്. എൻ്റെ കടമയിലേക്ക് ഞാൻ കടക്കുകയാണ്. ഈ പരിപാടി ഇവിടെ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി എത്തിച്ചേർന്നിട്ടുള്ളത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കേരളത്തിൻ്റെ പ്രതീക്ഷയായിട്ടുള്ള പ്രിയപ്പെട്ട KC എന്ന ഓമന പേരിൽ അറിയപ്പെടുന്ന KC വേണുഗോപാലാണ്. അദ്ദേഹം MP ആണ്. കേരളത്തിൻ്റെ രാഷ്ട്രീയ കാര്യങ്ങൾ നിർവഹിക്കുന്ന വ്യക്തി മാത്രമല്ല, ഇന്ത്യയിലെ രാഷ്ട്രീയ മാറ്റങ്ങൾക്ക് മതേതരത്വത്തിൻ്റെ ഏറ്റവും ഉന്നതമായിട്ടുള്ള ആശയങ്ങൾ പങ്കുവെച്ചുകൊണ്ട് ജനാധിപത്യത്തെ
ഊട്ടിയുറപ്പിക്കുന്ന സംഘാടകനും സാംസ്കാരിക പ്രവർത്തകനും ദേശീയ നേതാവുമായ പ്രിയപ്പെട്ട KC വേണുഗോപാലിനെ ഈ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഈ വേദിയിൽ നമ്മുടെ സാംസ്കാരിക ചരിത്രത്തിൻ്റെ സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തെ പ്രതിപാദനന്മാരായ MP-മാർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അബ്ദുൾ സമദ് സമദാനി വാക്കുകൾ കൊണ്ട്, വാഗ്മിതയുടെ സൗന്ദര്യം കൊണ്ട് നിങ്ങളുടെ മനസ്സിൻ്റെ ആഴങ്ങളിൽ ചിന്തയുടെ സംസ്കാരത്തെ ഊട്ടിയുറപ്പിക്കുന്ന പ്രിയപ്പെട്ട സാംസ്കാരിക പ്രവർത്തകനായ MP അബ്ദുൾ സമദ് സമദാനിയെ ഈ വേദിയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ വടകരയുടെ പ്രിയപ്പെട്ട MP, ഞാൻ കൂടുതലൊന്നും പറയേണ്ട ആവശ്യമില്ല, നിങ്ങളുടെ ഹൃദയത്തിൽ കുടികൊള്ളുന്ന പ്രിയപ്പെട്ട ഷാഫി പറമ്പിൽ MP-യെ കടത്തനാട്ട് ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന് വേണ്ടി ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഈ നിയോജക മണ്ഡലത്തെ ഇതിൻ്റെ പ്രിയപ്പെട്ട MLA KK രമയെ ഈ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഈ പരിപാടിയിൽ സാംസ്കാരികോത്സവത്തിൽ പങ്കെടുക്കാൻ വേണ്ടി മഹാരാഷ്ട്രയിൽ നിന്നും ലക്ഷ്മൺ ഗെയ്ക്വാഡ് എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം വളരെ സന്തോഷം നൽകുന്നു. ഇറ്റ് ഈസ് എ ഗ്രേറ്റ് പ്ലഷർ ടു ഹാവ് ലക്ഷ്മൺ ഗെയ്ക്വാഡ്, renowned writer in Marathi literature. He has spoken volumes about marginalized people of India in his celebrated novel Ujalliya. I extend my warm welcome to Sri Lakshman Gaikwad ji. അതുപോലെ സൗർജ്യ ഭൗമിക് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. വൺ ഓഫ് ദ ജേർണലിസ്റ്റ് സൗമ്യ ഭൗമിക്, ഹിസ് പ്രസൻസ് adds a unique dimension to our festival. One of his acclaimed work, Gangster State, which sheds the light to the events, real events, happened in Bengal. He is also here. I extend my warm welcome to Saurjya Bhaumik in this festival. അതുപോലെ ഈ പരിപാടിയിൽ മീര സംഘമിത്രയും എത്തിച്ചേർന്നിട്ടുണ്ട്. റിഫോമിസ്റ്റാണ്, അവരെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. രാഷ്ട്രീയ സാംസ്കാരിക രംഗങ്ങളിലെ ഒട്ടേറെ പ്രമുഖർ ഈ വേദിയിലുണ്ട്. അവരെയും ഈ വേദിയിലേക്ക് ഓരോരുത്തരെ സ്വാഗതം ചെയ്യുകയാണ്. ഈ പരിപാടിയുടെ അധ്യക്ഷൻ നമ്മുടെ ഐ മൂസയാണ്. ഈ പ്രസ്ഥാനത്തിൻ്റെ ജീവനാഡിയായ ഐ മൂസയെക്കുറിച്ച് വടകരയിൽ വെച്ച് ഞാൻ എന്തെങ്കിലും പറയുന്നത് ശരിയായിരിക്കില്ല. ഈ പ്രസ്ഥാനത്തിൻ്റെ താക്കോൽ സ്ഥാനം വഹിക്കുന്ന, ഈ സാംസ്കാരിക പ്രവർത്തനത്തിൻ്റെ ജീവനാഡിയായിട്ടുള്ള അഡ്വക്കേറ്റ് ഐ മൂസയെ ഈ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. അതുപോലെ സാംസ്കാരിക പ്രവർത്തനത്തിന് മാത്രമല്ല, കേരളത്തിലെ രാഷ്ട്രീയ ചിന്തയിലും ആഴത്തിലുള്ള അഭിപ്രായങ്ങൾ ആർജവത്തോടെ പറയുന്ന പ്രിയപ്പെട്ട
കൽപ്പറ്റ നാരായണൻ മാഷാണ്. ഈ ഫെസ്റ്റിവലിൻ്റെ ഡയറക്ടർ, കവിയാണ്, സാംസ്കാരിക ചിന്തകനാണ്, നിരൂപകനാണ്. മലയാളത്തിൻ്റെ ദിഷണാശാലിയായ നിർഭയനായ എഴുത്തുകാരൻ കൽപ്പറ്റ നാരായണൻ മാഷെ ഈ വേദിയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നമ്മുടെ പ്രിയപ്പെട്ട ഗായകൻ VT മുരളി, സാംസ്കാരിക പ്രവർത്തനായിട്ടുള്ള സുബ്രഹ്മണ്യൻ, സാംസ്കാരിക പ്രവർത്തകനായിട്ടുള്ള അതിന് നേതൃത്വം നൽകുന്ന മനയത്ത് ചന്ദ്രൻ, നമ്മുടെ വടകരയുടെ ഗാനഗന്ധർവനെന്ന് വിശേഷിപ്പിക്കാവുന്ന പ്രിയപ്പെട്ട VT മുരളി, P ഹരീന്ദ്രനാഥ്, ഇവിടുത്തെ കൗൺസിലർ ബിജു ആയാട്ടത്തിൽ, എല്ലാവരെയും ഈ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഈ വേദിയിലിരിക്കുന്ന പ്രിയപ്പെട്ട സാംസ്കാരിക പ്രവർത്തകനും രാഷ്ട്രീയ നേതാവുമായിട്ടുള്ള പഴങ്കുളം മധുവിനെ ഈ വേദിയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ കോഴിക്കോട് ജില്ലയിലെ സാംസ്കാരിക രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന പ്രിയപ്പെട്ട പ്രവീൺ കുമാറിനെ ഈ വേദിയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ VA നാരായണൻ സാറിനെ ഈ വേദിയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഈ പരിപാടിയുടെ ഔദ്യോഗികമായിട്ടുള്ള കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതിന് വേണ്ടി ഇതിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ചെയർമാൻ അഡ്വക്കേറ്റ് I മൂസയെ ഈ വേദിയിലേക്ക് പരിപാടികൾ നിയന്ത്രിക്കുവാൻ വേണ്ടി ക്ഷണിക്കുന്നു. ചടങ്ങിൻ്റെ അധ്യക്ഷം വഹിക്കുന്നതിന് വേണ്ടി ഫെസ്റ്റിവൽ കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് I മൂസയെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. വേദിയിലെ ഏറ്റവും പ്രിയപ്പെട്ട ദേശീയ രാഷ്ട്രീയത്തിൻ്റെ ഗതിവിഗതികൾ നിയന്ത്രിക്കുന്നതിൽ മതേതര ജനാധിപത്യ ചേരിയെ ഊർജം നൽകി ഇന്ത്യയുടെ രാഷ്ട്രീയ നവോമണ്ഡലത്തിൽ കൂടുതൽ ശക്തിത്വം നയിക്കുന്ന ഏറെ ബഹുമാന്യനായ KC വേണുഗോപാൽ MP, ഡോക്ടർ MB അബ്ദുൽ സമദ് സമദാനി MP, ഷാഫി പറമ്പിൽ MP, KK രമ MLA, ഈ ഫെസ്റ്റിൻ്റെ എല്ലാ അർത്ഥത്തിലും അതിന് നേതൃത്വപരമായ പങ്ക് വഹിക്കുന്ന ഫെസ്റ്റിൻ്റെ ഡയറക്ടർ കൽപ്പറ്റ നാരായണൻ മാസ്റ്റർ, K പ്രവീൺ കുമാർ, VA നാരായണൻ, സൗർജ ഭൗമിക്, ലക്ഷ്മൺ ഗൈക്വാദ്, ശ്രീ പയകുളം മധു, മനയത്തി ചന്ദ്രൻ, VT മുരളി, ഹരീന്ദ്രനാഥ്, TP റഷീദ്, രജീഷ് തേറത്ത്, ബിജു ലായാടത്തിൽ, ഫെസ്റ്റിൻ്റെ ഡയറക്ടർ ലത്തീഫ് കല്ലറിയിൽ ഉൾപ്പെടെ വേദിയിലും സദസ്സിലുമുള്ള ഏറ്റവും പ്രിയപ്പെട്ടവരെ, വടകരയിൽ കടത്തനാട് ലിറ്ററേച്ചർ ഫെസ്റ്റിൻ്റെ 3ാം പതിപ്പ് നടക്കുമ്പോൾ അതിൻ്റെ ഉദ്ഘാടന കർമ്മത്തിലേക്ക് നാം കടക്കുമ്പോൾ ആ ഫെസ്റ്റിന് നേതൃത്വം കൊടുക്കുന്ന ഒരു എളിയ പ്രവർത്തകൻ എന്നുള്ള നിലക്ക്
എൻ്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ ഒരു നിമിഷത്തിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നത് എന്ന് അഭിമാന പുരസ്സരം ഇവിടെ പറഞ്ഞു വെക്കാൻ ആഗ്രഹിക്കുക. ഞാൻ എന്ന ഒരു പൊതുപ്രവർത്തകൻ നിങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ വന്ന് ഇങ്ങനെ സംസാരിക്കുമ്പോൾ ആ സംസാരിക്കുന്നതിന് എനിക്ക് ഒരുപക്ഷെ അവസരം നഷ്ടപ്പെട്ടു പോകുന്ന ഒരു ചുറ്റുപാടിൽ എനിക്ക് താങ്ങായി തണലായി എൻ്റെ കൈപിടിച്ച് മുമ്പോട്ട് കൊണ്ടുപോയി എനിക്ക് എല്ലാ തരത്തിലുമുള്ള പ്രചോദനം നൽകിയ എൻ്റെ പ്രിയപ്പെട്ട KC ആണ് ഇത് ഉദ്ഘാടനം ചെയ്യുന്നത് എന്നതാണ് എന്നെ ഏറ്റവും കൂടുതൽ സന്തോഷഭരിതനാക്കുന്നത്. സംസ്കാരത്തിൻ്റെയും സാഹിത്യത്തിൻ്റെയും രാഷ്ട്രീയത്തിൻ്റെയും ജീവസുറ്റ സംവാദങ്ങളുടെയും ഊർജം തുളുമ്പുന്ന രണ്ട് വലിയ സാഹിത്യോത്സവം കടത്തനാടിൻ്റെ ജനങ്ങൾക്ക് അനുഭവിക്കാനുള്ള അവസരം ഉണ്ടായിട്ടുണ്ട്. കടത്തനാടിൻ്റെ മണ്ണിൽ ഇദം പ്രഥമമായി ഒരു സാഹിത്യോത്സവം നടന്നു കാണണം, അതൊരു സ്വപ്നമായി മനസ്സിൽ കൊണ്ടു നടന്നപ്പോൾ ആ സ്വപ്നം യാഥാർത്ഥ്യമായത് 2023 ഡിസംബർ മാസമാണ്. ആ നിമിഷം, ആ ദിവസം, ആ സംഭവം ഒരു ചരിത്ര നിയോഗമായി ഞങ്ങൾ കാണുകയാണ് എന്ന് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുക. ഒന്നാമത് ലിറ്ററേച്ചർ ഫെസ്റ്റ് നടക്കുമ്പോൾ ഞാനൊക്കെ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ മേഖലയിൽ മാത്രം പ്രവർത്തിച്ച് പരിചിതമുള്ള ഒരാളെന്നുള്ള നിലക്ക് ഒരുപാട് പരിമിതികൾ ഞങ്ങളെ തുറച്ചു നോക്കിയിരുന്നു. ആ പരിമിതികളൊക്കെ മറികടക്കാനുള്ള ഊർജവും പ്രചോദനവും ഞങ്ങൾക്ക് പകർന്നു നൽകിയത് കൽപ്പറ്റ നാരായണൻ മാസ്റ്ററെ പോലുള്ള സാഹിത്യകാരന്മാരായിരുന്നു. ആ പ്രചോദനം ഉൾക്കൊണ്ട് ആ ഫെസ്റ്റ് കേരളം ചർച്ച ചെയ്യപ്പെടുന്ന രീതിയിൽ വളർത്താൻ നമുക്ക് സാധിച്ചു. ഇന്ത്യയിലെ പ്രശസ്തരായ എഴുത്തുകാർ, ചിന്തകന്മാർ, രാഷ്ട്രീയ നേതാക്കന്മാർ ഈ ടൗൺ ഹാളിൽ 2 ദിവസം 3 ദിവസവുമായി 2 വേദികളിൽ അവരുടെ ചർച്ചകൾക്കും സംവാദങ്ങൾക്കും നേതൃത്വം നൽകിയപ്പോൾ അത് കടത്തനാടിൻ്റെ മണ്ണിൽ ഒരു പുതിയ ഇതിഹാസം രചിക്കുകയായിരുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അവിടെ നിന്ന് ഞങ്ങൾക്ക് ലഭിച്ച പിന്തുണ, കടത്തനാടിൻ്റെ ജനങ്ങളിൽ നിന്ന് ലഭിച്ച പിന്തുണ, ആ പ്രചോദനം രണ്ടാമത്തെ ഫെസ്റ്റ് വടകര MPയുടെയൊക്കെ പിന്തുണയാൽ കൂടുതൽ കരുത്തോടെ നടത്താനും ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തരായ ചിന്തകന്മാരെ ആ രണ്ടാം ഫെസ്റ്റിനെ കൊണ്ടുവരാനും നമുക്ക് സാധിച്ചു എന്നത് ഞാൻ ഓർത്തെടുക്കാൻ ആഗ്രഹിക്കുകയാണ്. ഫെസ്റ്റൊക്കെ കഴിഞ്ഞപ്പോൾ എന്തിനും അങ്ങനെ പിശുക്കി മാത്രം സംസാരിക്കുന്ന കേരളത്തിൻ്റെ മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് അവിടെ ഒരു ഫെസ്റ്റ് നടക്കുമ്പോൾ കടത്തനാടിനെ ഫെസ്റ്റിനെ എടുത്തു പറഞ്ഞു എന്ന് പറയുന്നുണ്ടെങ്കിൽ ആ എടുത്തു പറയുന്ന നേട്ടത്തിലേക്ക് കടത്തനാട് ലിറ്ററേച്ചർ ഫെസ്റ്റ് വളർന്ന് വലുതായിട്ടുണ്ടെങ്കിൽ കേരളത്തിൻ്റെ സാംസ്കാരിക മേഖലയ്ക്ക് ഒരിക്കലും തിരസ്കരിക്കാൻ കഴിയാത്ത രീതിയിൽ ഒരു പുതിയ അടയാളപ്പെടുത്തലുമായി ഞങ്ങൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിന് ഞങ്ങൾക്ക് കഴിഞ്ഞത്, ഇതിൻ്റെ ജീവനാഡിയായിരിക്കുന്നത് എൻ്റെ മുമ്പിലിരിക്കുന്ന നിങ്ങളാണ്. നിങ്ങളുടെ പിന്തുണയാണ്, നിങ്ങളുടെ സഹായമാണ്, നിങ്ങളുടെ സഹകരണമാണ് ഈ സംഭവം ചരിത്രമാക്കി മാറ്റാൻ ഞങ്ങൾക്ക് സാധിച്ചത്. ആ പിന്തുണയും സഹായവും നാളെയും ഉണ്ടാകുമെന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി ആഗ്രഹിക്കുക. ഇവിടെ ഈ മൂന്നാം ഫെസ്റ്റിന്, ഈ ഫെസ്റ്റിൻ്റെ ചെയർമാൻ എന്നുള്ള നിലയ്ക്ക്, ഈ ഫെസ്റ്റിൻ്റെ സൊസൈറ്റിയുടെ ചെയർമാൻ എന്നുള്ള നിലയ്ക്ക് വടകരയിലെ സഹൃദരായ സാംസ്കാരിക പ്രവർത്തകന്മാർക്ക്, സാഹിത്യപ്രേമികൾക്ക് ഒരു കാര്യം ഞാൻ ഉറപ്പു തരികയാണ്. വടത്തനാട് എന്ന് പറഞ്ഞാൽ ദേശീയ രാഷ്ട്രീയ കാലഘട്ടങ്ങളിൽ, സ്വതന്ത്ര സമര കാലഘട്ടം മുതൽ, ആ കാലഘട്ടം മുതൽ അടയാളപ്പെടുത്തി പോകുന്ന ഒരു ഭൂമികയാണ് കടത്തനാട്. കടത്തനാട് സാംസ്കാരിക മേഖലയ്ക്ക് സംഭാവന ചെയ്ത അതുല്യ പ്രതിഭകളായ ഒരുപാട് ആളുകളുണ്ട്.
പക്ഷേ കടത്തനാടിൻ്റെ മണ്ണിൽ എല്ലാ സാംസ്കാരിക പ്രവർത്തകന്മാർക്കും ഒരുമിച്ചിരിക്കാനും സാംസ്കാരിക പരിപാടികൾ നടത്താനും ഒരിടമില്ല എന്നുള്ളത് ഞങ്ങൾ തിരിച്ചറിയുന്നു. ഞാൻ വടകരയിലെ സഹൃദരായ ജനങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു, ഒരു 3 വർഷം കഴിയുമ്പോൾ നിങ്ങൾ നാട് പറയുന്ന, അഭിമാനപുരസരം പറയുന്ന ഒരു സാംസ്കാരിക കേന്ദ്രത്തിന് ഈ കടത്തനാട് ലിറ്ററേച്ചർ ഫെസ്റ്റിൻ്റെ നേതൃത്വത്തിൽ ഒരു വലിയ സ്ഥാപനം ഉയർന്നു വരും. അതിന് നമ്മുടെ പ്രിയപ്പെട്ട MP ഇവിടെയുണ്ട്, ഇവിടെ MLA ഉണ്ട്, അതുപോലെ തന്നെ ദേശീയ രാഷ്ട്രീയത്തിൽ ഏറ്റവും പ്രധാനിയായ KC വേണുഗോപാലുണ്ട്. അവരുടെയൊക്കെ പിന്തുണയാലെ, എല്ലാവരുടെയും നാട്ടുകാരുടെ പിന്തുണയാലെ നമുക്കെന്നും ഓർമ്മിക്കാൻ കഴിയുന്ന, നമുക്കെന്നും സ്മരിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു സാംസ്കാരിക നിലയം, സാംസ്കാരിക കേന്ദ്രം ഞങ്ങൾ പടുത്തുയർത്തുമെന്ന് നിങ്ങൾക്ക് ഈ അവസരത്തിൽ ഉറപ്പു നൽകുന്നു. ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല, എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ജയ് ഹിന്ദ്. താങ്ക് യു സർ. ഇനി ചടങ്ങിൽ കവി, നോവലിസ്റ്റ്, ഉപന്യാസകാരൻ, സാഹിത്യ വിമർശകൻ, സാംസ്കാരിക നിരീക്ഷകൻ എന്നീ നിലകളിൽ ശ്രദ്ധേയനായ ശ്രീ കൽപ്പറ്റ നാരായണൻ, കടത്തനാട് ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൻ്റെ ഡയറക്ടർ കൂടിയായ അദ്ദേഹം ആമുഖ ഭാഷണം നടത്തുകയാണ്. അദ്ദേഹത്തെ സ്നേഹപൂർവ്വം സാദരം ക്ഷണിക്കുകയാണ് സദസ്സുമായി സംവദിക്കുന്നതിനു വേണ്ടി. വേദിയിലെ സർവാദരണീയരെ, സുഹൃത്തുക്കൾ, എനിക്ക് പറയാനുള്ളതെല്ലാം ഒറ്റയടിക്ക് പറയുന്ന ഒരു യന്ത്രം ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ പ്രഭാഷണം കൂടാതെ കഴിക്കാമായിരുന്നു. അത്രയും അക്ഷമരാണ് നിങ്ങൾ എന്ന് ഞാൻ നന്നായി മനസ്സിലാക്കുന്നു. എന്തുകൊണ്ടാണ് ഞങ്ങൾ ഇക്കുറി ശ്രീ KC വേണുഗോപാലിനെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ ക്ഷണിച്ചത് എന്നാണെങ്കിൽ, ഇന്ത്യയിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ജനാധിപത്യത്തെ പുനഃസ്ഥാപിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി അതിൻ്റെ മുൻനിരയിൽ പ്രവർത്തിക്കുന്ന ഒരാൾ വേണം ഇക്കുറിയത്തെ സാഹിത്യോത്സവം ഉദ്ഘാടനം ചെയ്യാൻ എന്നതുകൊണ്ടാണ്. ഒരു പക്ഷേ വേദിയിലിരിക്കുന്ന എഴുത്തുകാരും MP-മാരും എല്ലാവരും തന്നെ ഒരർത്ഥത്തിലല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ ഈ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കുന്നവരാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതാണ് ഇവിടെ കൂടിയ എല്ലാവരുടെയും ഐഡൻറ്റിറ്റി, അതായിരിക്കുകയും വേണം. ഈ സാഹിത്യോത്സവത്തിൽ 3 പ്രധാനപ്പെട്ട എഴുത്തുകാരെ നമ്മൾ ആദരിക്കുന്നു. ഈ കഴിഞ്ഞ സാഹിത്യോത്സവത്തിന് ശേഷം മരണപ്പെട്ട ശ്രീ MT വാസുദേവൻ നായർ ഒരാൾ, രണ്ടാമത് മലയാളികൾക്ക് അങ്ങേയറ്റം പ്രിയങ്കരനായ ശ്രീനിവാസൻ, മൂന്നാമതായി മാധവ് ഗാഡ്ഗിൽ. ഇതിൽ MT വാസുദേവൻ നായരെ ആദരിക്കാൻ അദ്ദേഹത്തിൻ്റെ കൃതികളിൽ വെച്ച് വളരെ സവിശേഷതയുള്ള ഒരു കൃതി, അതിൻ്റെ പശ്ചാത്തലമായ ഒരുപക്ഷേ മഞ്ഞ് എന്ന കൃതിക്ക് പ്രചോദനവും ആയ നൈനിത്താളിലെ വിവിധ ദൃശ്യങ്ങൾ ഭംഗിയായി ഒപ്പിയെടുത്ത ഒരു ഫോട്ടോഗ്രാഫി പ്രദർശനത്തോടു കൂടിയാണ് അദ്ദേഹത്തെ നമ്മൾ ആദരിക്കുന്നത്. രണ്ടാമതായി ശ്രീനിവാസൻ. ഒരുപക്ഷെ ഡെമോക്രസി നശിക്കുന്നു എന്നൊക്കെ നമ്മൾ പറഞ്ഞല്ലോ, പക്ഷേ ഒരു ക്രേസി നമുക്കുണ്ട്, അത് ഹിപ്പോക്രസിയാണ്. ആ ഹിപ്പോക്രസിയുടെ ഒരു ക്രിട്ടിക് ആയിരുന്നു, നമ്മുടെ ദുരഭിമാനങ്ങളുടെ മനസ്സിനെ തകർത്ത, പരിഹസിച്ച ഒരു അത്ഭുത കലാകാരനായിരുന്നു വാസ്തവത്തിൽ ശ്രീനിവാസൻ. ഇക്കുറിയത്തെ സാഹിത്യോത്സവം നമ്മൾ ശ്രീനിവാസന് സമർപ്പിച്ചിരിക്കുന്നു. മൂന്നാമതായി, മനുഷ്യ കേന്ദ്രീകൃതമല്ലാത്ത വികസനത്തിൻ്റെ ദൗർഭാഗ്യങ്ങൾ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. മേഘവിസ്ഫോടനമായും താപ വർധന കൊണ്ടും എല്ലാം, ഈ കൊടും തണുപ്പ് കൊണ്ടും എല്ലാം. അതെല്ലാം നമ്മളെ ഓർമ്മിപ്പിച്ചിരുന്ന സർവജീവജാല കേന്ദ്രീകൃതമായ ഒരു ദർശനം, ഒരു പരിസ്ഥിതി ബോധം നമുക്ക് അനിവാര്യമാണ് എന്ന് നമ്മളെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരുന്ന, നിരന്തരമായി ഓർമ്മിപ്പിച്ചുകൊണ്ടിരുന്ന, ഭരണകൂടങ്ങൾ കേൾക്കാതിരുന്ന ഒരു മഹാത്മാവിനെ ആദരിക്കുക, മാധവ് ഗാഡ്ഗിലിനെ ആദരിക്കുക എന്നതാണ് രണ്ടാമത്തെ ഉദ്ദേശം. ഒരു വേദി നമ്മൾ അദ്ദേഹത്തിനായി നൽകിയിരിക്കുന്നു. പരിസ്ഥിതിയെക്കുറിച്ചുള്ള 2-3 സെഷനുകൾ ഈ പ്രാവശ്യത്തെ സാഹിത്യ സമ്മേളനത്തിൽ ഉണ്ട്. ലക്ഷ്മൺ ഗെയ്ക്വാദിനെ പോലെയുള്ള വലിയ എഴുത്തുകാർ, ഈസ് എ ഗ്രേറ്റ് ഇന്ത്യൻ റൈറ്റർ, അങ്ങനെയുള്ള ഒരാളെ നമ്മൾ ക്ഷണിച്ചിരിക്കുന്നു ഇവിടേക്ക്.
എന്തുകൊണ്ട് ബംഗാളിൽ ഈ പരാജയങ്ങളൊക്കെ ഉണ്ടായി എന്നത് വിശകലനം ചെയ്ത സൗർജ്യ ഭൗമിക്കിനെ നമ്മൾ ക്ഷണിച്ചിരിക്കുന്നു ഇവിടേക്ക്. അതുപോലെ പരിസ്ഥിതി ലിംഗനീതി പ്രവർത്തകയായ മീര സംഘമിത്ര നിങ്ങളുടെ ഈ വേദിയിൽ ഉണ്ട്. അത്രയും കഴിഞ്ഞാൽ ഇനി അവരുടെ സെഷനുകൾ വരാനിരിക്കുന്നു. അതിനു പുറമെ ഇവിടെ സംഗീതമുണ്ട്, ഇവിടെ നൃത്തമുണ്ട്. അതിലൊക്കെ വളരെ വ്യത്യസ്തരായിട്ടുള്ള ആളുകളാണ് പങ്കെടുക്കുന്നത്. കാവാലം ശ്രീകുമാർ വി.ടി. മുരളിയോടൊപ്പം വരുന്നു. ഈ പദ്യപാരായണത്തിൻ്റെ സൗന്ദര്യത്തെക്കുറിച്ച് വി.ടി. മുരളിയുടെയും മറ്റൊരു സുഹൃത്തിൻ്റെയും നേതൃത്വത്തിൽ ഇവിടെ ചർച്ച നടക്കുന്നു. ഇവിടെ തത്വചിന്തയിൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തികളിലൊരാൾ സനൽ വി ഇവിടെ ഒരു സെഷനിൽ പങ്കെടുക്കുന്നു. അങ്ങനെ പറഞ്ഞാൽ നടക്കാനിരിക്കുന്ന പൂരത്തെ അധികമൊന്നും പറയേണ്ടതില്ലല്ലോ. അത്ര സജീവമായിട്ടുള്ള വളരെ വ്യത്യസ്തമായ ജെൻസി ഇവിടെ വിഷയമാണ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇവിടെ വിഷയമാണ്, ആരോഗ്യം ഇവിടെ വിഷയമാണ്. ആളുകൾ വെറുതെ വീണു മരിക്കുന്നല്ലോ, എന്തുകൊണ്ടാണിത് എന്ന് ഈ സാഹിത്യോത്സവം ഉത്കണ്ഠപ്പെടുന്നുണ്ട്. ഈ കടത്തനാട്ടിൻ്റെ പാരമ്പര്യം, വോളിബോൾ, പിന്നെ ഈ എന്താ പറയുക, ഈ ഭാഗത്തെ ഭാഷ നർമ്മവും ഭാവനയും കൊണ്ട് അസാധ്യമായ ഒരു ഭാഷയാണ്. ആ ഭാഷ ഒന്ന് കുനിഞ്ഞ് നിവർന്നാൽ വടക്കം പാട്ടാകും എന്ന് നമുക്കറിയാം. ആ വടക്കം പാട്ടിനെ കൊണ്ടുള്ള ചർച്ചയും ഇവിടെയുണ്ട്. വോളിബോളിനെ കുറിച്ച് ഒരുപാട് മഹാരഥന്മാരുണ്ടായിരുന്നു ഇന്ത്യൻ വോളിബോളിൽ. അവർ പലരുടെയും ജന്മദേശമാണ് ഇത്. അങ്ങനെ നാനാവിധത്തിൽ കവിത മുതൽ സ്പോർട്സ് വരെ സർഗാത്മകതയുടെ സകല ഇടങ്ങളും പരിശോധിക്കപ്പെടുന്ന ഒരു സന്ദർഭമായി ഞങ്ങളല്ല, ഇത്രമേൽ ഭാവുകത്വമുള്ള ഒരു ജനത വേറെ എവിടെ കിടക്കുന്നു? തിരുവനന്തപുരത്തായാലും എറണാകുളത്തായാലും എന്ത് കലാപ്രവർത്തനങ്ങൾ നടന്നാലും കുറ്റ്യാടിയിലും വടകരയിലും നാദാപുരത്തും ഒക്കെയുള്ള കടത്തനാട്ടുകാരാണ് അതിലെ മുഖ്യ അതിഥികൾ എന്ന് നമുക്കറിയാം. ആ ഒരു നാട്ടിൻ്റെ സൗന്ദര്യബോധത്തിനോട്, ജനാധിപത്യ ബോധത്തിനോട് നീതി പുലർത്തുന്ന ഒരു സാഹിത്യോത്സവമായിരിക്കും ഇത് എന്ന് വാഗ്ദാനം ചെയ്തുകൊണ്ട് ഞാൻ ഈ ആമുഖ ഭാഷണം താങ്ക് യു സർ. ഇനി നമ്മളേവരും കാത്തിരിക്കുന്ന ഉദ്ഘാടന കർമ്മമാണ്. കേരളത്തിൻ്റെ ഭാവി പ്രതീക്ഷയും ഇന്ത്യയുടെ ജനാധിപത്യ മതേതര ഉള്ളടക്കത്തെ ശക്തിപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി ദേശീയ തലത്തിൽ തന്നെ നേതൃത്വം വഹിക്കുന്ന മലയാളിയുടെ അഭിമാനമായ ദേശീയ രാഷ്ട്രീയത്തിൻ്റെ അമരക്കാരനായിരിക്കുമ്പോഴും തൻ്റെ നാടിനെ നെഞ്ചോടു ചേർക്കുന്ന ജനകീയനായ ജനപ്രതിനിധി, പ്രമുഖ രാഷ്ട്രീയ ചിന്തകൻ, ആലപ്പുഴയുടെ പ്രിയപ്പെട്ട MP ശ്രീ KC വേണുഗോപാലാണ് നമ്മുടെ കടത്തനാട് ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത്. അദ്ദേഹത്തെ ഏറ്റവും ആദരവോടെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ് ഉദ്ഘാടന കർമ്മത്തിനായി. നമ്മുടെ പ്രിയങ്കരനായ ഉദ്ഘാടകൻ ശ്രീ KC വേണുഗോപാൽ MP ഭദ്രദീപം കൊളുത്തി കടത്തനാട് ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ ഉദ്ഘാടനം ചെയ്യുകയാണ്.
കല, പ്രകൃതി, ജനാധിപത്യം, ഈ മൂന്ന് മൂല്യങ്ങളെയും കോർത്തിണക്കി ഇന്നിവിടെ നടക്കുന്ന കടത്തനാട് ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൻ്റെ ഉദ്ഘാടന കർമ്മം ഏറ്റവും മനോഹരമായ രീതിയിൽ തന്നെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടി ശ്രീ KC വേണുഗോപാൽ MP സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. സമ്മോഹനമായ ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ, ഈ ലിറ്റററി ഫെസ്റ്റിൻ്റെ ചെയർമാൻ, എൻ്റെ പ്രിയ സഹോദരനും സഹപ്രവർത്തകനുമായ അഡ്വക്കേറ്റ് ഐ മൂസ, ഈ ഫെസ്റ്റിൻ്റെ ഡയറക്ടർ, കേരളത്തിലെ ശ്രദ്ധേയനായിട്ടുള്ള സാഹിത്യപ്രവർത്തകൻ ശ്രീ കൽപ്പറ്റ നാരായണൻ, ഇന്ത്യൻ പാർലമെൻറ്റിലെ എൻ്റെ സഹപ്രവർത്തകനും നമ്മുടെ സാംസ്കാരിക ലോകത്തിൻ്റെ വിലപ്പെട്ട സംഭാവനകളിലൂടെ ശ്രദ്ധേയനായി നിൽക്കുന്ന ഏറ്റവും മികച്ച പ്രഭാഷകരിലൊരാളായി നമ്മുടെ മുന്നിൽ ഇപ്പോഴും നിൽക്കുന്ന അബ്ദുൾ സമദ് സമദാനി MP, വടകരക്കാരുടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മനസ്സ് ഷാഫി കവർന്നെടുത്തോ അല്ല ഷാഫിയുടെ മനസ്സ് വടകരക്കാർ കവർന്നെടുത്തോ എന്നറിയില്ല. എന്തായാലും വടകരക്കാരുടെ പ്രിയപ്പെട്ട ജനകീയനായിട്ടുള്ള പാർലമെൻറ്റ് അംഗം ശ്രീ ഷാഫി പറമ്പിൽ, പ്രിയപ്പെട്ട നമ്മുടെ MLA രമ, ഏറ്റവും പ്രിയപ്പെട്ട ഈ വേദിയിൽ ഉപവിഷ്ടായിരിക്കുന്ന ശ്രീ ലക്ഷ്മൺ ഗേക്വാഡ്, ശ്രീ സൗജോ ബോമിക്, DCC പ്രസിഡന്റ് പ്രവീൺ കുമാർ, ശ്രീ പഴകുളം മധു, അധ്യക്ഷ വേദിയിലെ ഏറെ ബഹുമാന്യരായിട്ടുള്ള സാഹിത്യ, സാംസ്കാരിക, രാഷ്ട്രീയ മണ്ഡലങ്ങളിലെ വിശിഷ്ടമായ വ്യക്തിത്വങ്ങളെ, സദസ്സിനെ അലങ്കരിക്കുന്ന ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, കടത്തനാട് ഫെസ്റ്റിവലിൻ്റെ 3ാമത്തെ എഡിഷനാണ് ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത്. നേരത്തെ കൽപ്പറ്റ ഇവിടെ സൂചിപ്പിച്ചതുപോലെ കടത്തനാടിൻ്റെ മണ്ണ് കളരിയും വടക്കൻ പാട്ടുകളിലും കൂടെ മലയാള മനസ്സിനകത്തേക്ക് ശ്രദ്ധേയമായിട്ടുള്ള പരിവേഷം പകർന്നു തന്ന നാട്. ഞാൻ ഇരിക്കുമ്പോൾ ഞാൻ പയ്യന്നൂർ കോളേജിലെ വോളി ടീമിൻ്റെ ഭാഗമായിട്ട് വോളിബോൾ കളിച്ചുകൊണ്ടിരുന്ന കാലത്ത് മടപ്പള്ളി കോളേജിൽ ഒന്ന് കളിക്കാൻ വരാറുണ്ട്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ബാസിയെ പോലെയുള്ള മലയാളം വോളിബോൾ, കേരള വോളിബോൾ ഒരിക്കലും മറക്കാൻ കഴിയാത്ത വണ്ണമുള്ള നല്ല പ്രഗത്ഭരായ പ്രതിപാദകന്മാരെ നൽകിയ അത്തരം പ്രഗത്ഭരായ ആളുകളെ നൽകിയ നാട്. രാഷ്ട്രീയത്തിൻ്റെ ചൂര് കേരളത്തിലെ മറ്റേത് പ്രദേശത്തേക്കാളും ശക്തമായി നിൽക്കുന്ന നാട്. ഇതോടൊപ്പം തന്നെ കലയും സംസ്കാരവും ഒക്കെ തന്നെ തങ്ങളുടെ ജീവിത താളങ്ങളുടെ ഭാഗമാക്കി മാറ്റിയ നാടും കൂടിയാണ് കടത്തനാട്. അവിടെ കഴിഞ്ഞ 2 വർഷം കഴിഞ്ഞ് 3ാമതൊരു വർഷം കൂടി കടത്തനാട് ഫെസ്റ്റ് എന്ന പേരിൽ വ്യത്യസ്ത ചിന്താഗതിക്കാരായ പ്രതിഭാധനന്മാരായിട്ടുള്ള സാഹിത്യ പ്രതിഭകളെ അണിനിരത്തിക്കൊണ്ട് സംവാദത്തിന് വേദിയൊരുക്കുന്ന ഈ സംരംഭത്തെ ഞാൻ അങ്ങേയറ്റം അഭിനന്ദിക്കുകയും അതിൻ്റെ ഭാഗമാകാൻ അവസരം തന്നതിന് സംഘാടകരോട് പ്രത്യേകമായിട്ട് നന്ദി രേഖപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. സാഹിത്യം നമുക്കെല്ലാവർക്കും അറിയാം, ഒരു നാടിൻ്റെ ജനതയുടെ സംസ്കാരത്തിൻ്റെയും അവരുടെ ജീവിത രീതിയുടെയും ഒക്കെ തന്നെ പ്രതിഫലനങ്ങൾ വിളിച്ചറിയിക്കുന്നതെന്നാണ് സാഹിത്യകൃതികളിലൂടെ. അത് പലപ്പോഴും പല നാടുകളെക്കുറിച്ചും നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് തന്നെ കൃതികൾ വായിച്ചിട്ടാണ്. രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ മഹത്തരമായിട്ടുള്ള ഐതിഹാസികമായ രചനകളിലൂടെ പോകുമ്പോൾ
പശ്ചിമ ബംഗാൾ ചിത്രം മനസ്സിലാകുന്നത് പോലെ അന്തർദേശീയ തലങ്ങളിൽ പ്രസിദ്ധീകരിച്ച ഒരുപാട് പുസ്തകങ്ങൾ നമ്മളെ റഷ്യയിലേക്കും ലാറ്റിൻ അമേരിക്കയിലേക്കും പാവങ്ങളെ പോലുള്ള പുസ്തകങ്ങൾ ഫ്രാൻസിലേക്കുമൊക്കെ കൊണ്ടുപോയി പരിചയപ്പെടുത്തുന്നത് പോലെ സാഹിത്യം നൽകുന്ന മികത്തരമായ സംഭാവനകളിൽ ഒന്ന് തന്നെയാണ് ഒരു നാടിനെ പരിചയപ്പെടുത്തിയെടുക്കാൻ. അത് നമുക്ക് എപ്പോഴും പറയാൻ കഴിയുന്നു. അമേരിക്കൻ ശാസ്ത്രജ്ഞനായ കാൾ സാഗൻ പറഞ്ഞിട്ടുണ്ട്, വായനയുടെ ലോകമെന്ന് പറയുന്നത് അത് നമ്മൾ ഒരു സമുദ്രം, ആ സമുദ്രം കടന്നു കയറി പോകുമ്പോഴുണ്ടാകുന്ന ഒരു പ്രതീതി, സമുദ്ര സഞ്ചാരത്തിൻ്റെ പ്രതീതിയാണ് വായനയിലൂടെ പലപ്പോഴും നമുക്ക് കൈവരിക്കാൻ കഴിയുന്നത് എന്ന് പറയുകയുണ്ടായി. ഇവിടെ ആദരണീയനായ MT യെക്കുറിച്ച് അനുസ്മരിക്കുന്ന ചടങ്ങുകളൊക്കെ ഉണ്ടായി. MT പറഞ്ഞിരിക്കുന്ന വാക്കുകൾ ശരിയായ ഉത്തരം കിട്ടിയിട്ടില്ല എന്ന് വരാം. ശരിയായ ഉത്തരം കിട്ടിയിട്ടില്ലെങ്കിലും നമുക്ക് ചുറ്റുമുള്ള കാര്യങ്ങളെക്കുറിച്ച് ചോദിച്ചുകൊണ്ടേയിരിക്കണം. നമുക്ക് ചുറ്റും നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളെക്കുറിച്ച് ചോദ്യങ്ങൾ ആവർത്തിച്ചു കൊണ്ടേയിരിക്കണം. ഇതൊരു സാഹിത്യകാരൻ്റെ ഉത്തമമായ കടമയാണ്. വൈലോപ്പള്ളി മറ്റൊരു ഭാഷയിൽ പറഞ്ഞിട്ടുണ്ട്, ഗോൾഡൻ ഓപ്പോസിഷൻ, സവർണ പ്രതിപക്ഷം. അദ്ദേഹം കവിയായതുകൊണ്ട് കവികൾക്കുണ്ടാകേണ്ട ധർമ്മത്തെക്കുറിച്ച് പറഞ്ഞത്, ഒരു കവിയുടെ സ്ഥാനം എപ്പോഴും ഗോൾഡൻ ഓപ്പോസിഷൻ ആയിരിക്കണം എന്നുള്ളതാണ്. വർത്തമാനകാലത്തെ ഇന്ന് ഈ കടത്തനാടൻ ഫെസ്റ്റിവൽ സംസാരിക്കുമ്പോൾ നമുക്ക് എവിടെ നിന്നെങ്കിലും അത്തരമൊരു ഗോൾഡൻ ഓപ്പോസിഷൻ്റെ ശബ്ദം ശക്തിയായി കേൾക്കാൻ കഴിയുന്നുണ്ടോ? തനിക്ക് ചുറ്റുമുള്ള കാര്യങ്ങളെക്കുറിച്ച് ചോദിച്ചുകൊണ്ടേയിരിക്കുക എന്ന MTയുടെ മനസ്സറിഞ്ഞ് ചോദ്യങ്ങൾ ചോദിക്കുന്നത് നടക്കുന്നുണ്ടോ? കൽപ്പറ്റ നാരായണൻ സാർ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട് ചോദ്യങ്ങൾ. സാർജോഭൂമിക്ക് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പ്രിയപ്പെട്ട ലക്ഷ്മൺ ഗേക്വാദും ആ പട്ടികയിൽ വരുന്നതാണ്. പക്ഷെ പൊതുവായിട്ടുള്ള സാഹിത്യ രചനകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സാഹിത്യകാരന്മാരെയും കവികളെയും ഒക്കെ എടുത്ത് നോക്കിയാൽ കഴിഞ്ഞ കുറച്ച് വർഷക്കാലം സാഹിത്യകാരൻ നിൽക്കേണ്ട ജനപക്ഷത്ത് നിന്നുകൊണ്ട്, സാഹിത്യകാരൻ നിൽക്കേണ്ട ഹൃദയപക്ഷത്ത് നിന്നുകൊണ്ട് സാഹിത്യകാരൻ ഉയർത്തിക്കൊണ്ടുവരേണ്ട പാർശ്വവൽക്കരിക്കപ്പെടുന്നവരുടെ പ്രശ്നങ്ങൾക്ക് അവർക്കൊപ്പം നിന്നുകൊണ്ട് എത്ര ശബ്ദങ്ങൾ നമ്മുടെ നാട്ടിൽ പോയിരുന്നുണ്ട് സാഹിത്യ മേഖലയിൽ നിന്നുള്ളവരുടെ. അത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. ഇന്ത്യയുടെ പ്രിയങ്കരനായ പ്രധാനമന്ത്രി ഡോണ്ട് സ്പെയർ മീ മിസ്റ്റർ ശങ്കർ എന്ന് കാർട്ടൂണിസ്റ്റ് ശങ്കറിൻ്റെ മുഖത്ത് നോക്കി പറയാൻ ധീരത കാണിച്ചിട്ടുള്ള ഇന്ത്യയുടെ പ്രധാനമന്ത്രി. നമുക്കെല്ലാവർക്കും അറിയാം, ഇന്ത്യ ചൈന യുദ്ധത്തിൽ ഇന്ത്യ പരാജയപ്പെട്ടപ്പോൾ നെഹ്റുവിനെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്ന രാംധാരി സിംഗ് ദിനകർ അദ്ദേഹം അന്ന് നിശ്ചിതമായി വിമർശിച്ചു. ഇന്ത്യ ചൈന യുദ്ധം തോറ്റപ്പോൾ നെഹ്റുവിനെ നിശ്ചിതമായി വിമർശിച്ചുകൊണ്ട് എഴുതി. ഒരു ഭരണാധികാരിക്ക് കേൾക്കാവുന്നതിൻ്റെ അങ്ങേയറ്റത്തെ വിമർശനം കേൾക്കേണ്ടിട്ടായി. പക്ഷെ നെഹ്റു ചെയ്തത് അയാളെ പിടിച്ച് ജയിലടക്കുകയല്ല ചെയ്തത്, അയാളെ ബഹിഷ്കരിക്കുകയല്ല ചെയ്തത്, അയാളുടെ വീട്ടിലേക്ക് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിനെയോ CBIയെയോ അയക്കുകയല്ല ചെയ്തത്. നെഹ്റു ചെയ്തത് അദ്ദേഹത്തെ ടെലിഫോണിൽ വിളിച്ച് അദ്ദേഹത്തെ
അദ്ദേഹത്തെ കത്തുകളയച്ച്, നിരന്തരമായി കത്തുകളയച്ച് അദ്ദേഹത്തിൻ്റെ വിമർശനത്തിൻ്റെ ആഴത്തിലുള്ള വിമർശനങ്ങളെ മനസ്സിലാക്കാനും അത് കൂടുതൽ കൂടുതൽ അറിയാനുമാണ് പരിശ്രമിച്ചത്. ഇന്ന് നിങ്ങൾക്കത് സങ്കല്പിക്കാൻ പറ്റുമോ? ഗൗരി ലങ്കേഷിൻ്റെയും ഗോവിന്ദ് പൻസാരയുടെയും ഒക്കെ അനുഭവങ്ങൾ നമ്മുടെ മുന്നിലുണ്ടായിട്ടുണ്ട്. അവരെന്തിനാണ് കൊല്ലപ്പെട്ടത് എന്നുള്ള ചോദ്യം നമ്മുടെ മുന്നിലുണ്ട്. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനെ കുറിച്ച് ഇന്ത്യ ചൈന യുദ്ധകാലത്ത് നെഹ്റു പരാജയപ്പെട്ടൊരു പ്രധാനമന്ത്രിയായി കണ്ടു. ഇന്നലെയും നമ്മൾ കേട്ടു ട്രംപിൻ്റെ പ്രസംഗം. അദ്ദേഹം പറയുന്നത് കേട്ടിട്ടുണ്ടാവും ഇന്നലെ, അത് സമൂഹ മാധ്യമങ്ങളിലൊക്കെ വന്നിട്ടുണ്ടാവും. ട്രംപിൻ്റെ പ്രസംഗം അദ്ദേഹം 35 തവണ പറഞ്ഞു, ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ ഞാൻ ഇടപെട്ടിട്ട് പരിഹരിച്ചതാണ്, ആരും കൺഫ്രണ്ട് ചെയ്തിട്ടില്ല. പക്ഷെ ഇന്നലെ പറഞ്ഞത് ഒരു ഇന്ത്യക്കാരൻ എന്ന നിലയിൽ നമ്മളെയൊക്കെ തന്നെ ചെറുതായി പോകുന്നതായിപ്പോയി. അമേരിക്കൻ പ്രസിഡൻറ്റ് മൈക്കിന് മുമ്പിൽ നിന്ന് പ്ലീസ് മിസ്റ്റർ ട്രംപ്, ഐ വാണ്ട് ടു ടോക്ക് ടു യു എന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി കേണ് അപേക്ഷിച്ചു എന്ന് അമേരിക്കൻ പ്രസിഡന്റ് പറയുന്നു. ഇന്ത്യയിലെ രാഷ്ട്രീയവും സാഹിത്യവും തമ്മിൽ ഞാൻ പറയേണ്ട ഇഴുകിച്ചേർന്ന് പോകുന്ന ഒന്നാണ്. അതൊക്കെ ഒന്നായി തന്നെ കാണുന്നത്. പണ്ട് കാലം മുതലേ അതിൻ്റെ സംവാദങ്ങളുണ്ടായിരുന്നു. അതായത് കലയ്ക്ക് വേണ്ടിയോ ജീവിതത്തിന് വേണ്ടിയോ എന്നൊക്കെയുള്ള വാദങ്ങളും എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ തുടങ്ങിയതാണ്. അത് ജീവിതവും രാഷ്ട്രീയവും ഒക്കെ തന്നെ ഉയർത്തിപ്പറഞ്ഞതാണ്. ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം, ഇന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ മുഖത്ത് നോക്കി ഇത്ര ചോദ്യങ്ങൾ സാഹിത്യ ലോകത്ത് ഉയരുന്നുണ്ട്. രാഷ്ട്രീയത്തിൽ ജയിക്കുകയും തോക്കുകയും ചെയ്യും, അതൊക്കെ രാഷ്ട്രീയ പാർട്ടികളുടെ ജോലിയാണ്, അതിൽ തെറ്റൊന്നുമില്ല. തിരഞ്ഞെടുപ്പിൽ ജയിക്കാൻ വേണ്ടിയിട്ടുള്ള ഉപകരണങ്ങൾ എടുക്കും. പക്ഷേ ബൻസാരയിലെ പ്രധാനമന്ത്രിയുടെ പ്രസംഗം എത്ര സാഹിത്യകാരന്മാർ വിമർശിച്ചിട്ടുണ്ട്? നിങ്ങളുടെ മംഗൾസൂത്രം പോലും തട്ടിയെടുത്തു കൊണ്ടുപോകും എന്ന് പറഞ്ഞുകൊണ്ട് ഒരു നാട്ടിലെ ജനതയുടെ, അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, പട്ടികജാതി, പട്ടികവർഗം, ന്യൂനപക്ഷ, സ്ത്രീ പക്ഷം, ഇവരൊക്കെ നിൽക്കുന്ന ഒരു ജനവിഭാഗത്തിൻ്റെ യഥാർത്ഥമായിട്ടുള്ള കാര്യങ്ങൾ, പ്രശ്നങ്ങൾ അവതരിപ്പിക്കാനോ അവർക്ക് വേണ്ടി നിലകൊള്ളുകയും ചെയ്യേണ്ട, അവർക്ക് വേണ്ടി നിലകൊള്ളുകയും ചെയ്യേണ്ട സാഹിത്യകാരൻ അവർക്ക് വേണ്ടി നിലകൊള്ളുമ്പോൾ അവരുടെ പ്രശ്നങ്ങളിൽ ഇടപെടണ്ടേ? അവരുടെ പ്രശ്നങ്ങൾക്ക് വിരുദ്ധമായി നിൽക്കുന്ന സമീപനങ്ങൾക്കെതിരെ പോരാടേണ്ടേ? തൂലിക പടവാളാക്കുന്നതൊക്കെ നമ്മൾ എല്ലായ്പ്പോഴും പ്രസംഗിക്കാറുണ്ട്. ഇപ്പോൾ എവിടെയാണ് തൂലിക പടവാളാകുന്നത്? ഒരു സാഹിത്യകാരൻ കേരളത്തിൽ നിന്ന് ഞാനൊക്കെ ബഹുമാനിക്കുന്ന, ഞാൻ പേര് പറഞ്ഞതിന് എനിക്ക് വിഷമമില്ല, വടകരയിൽ പറയുമ്പോൾ എം മുകുന്ദൻ സാറിനെ പോലുള്ള ആൾ പറയുന്നത് കേട്ടോ, ഞാൻ നിങ്ങൾക്ക് അവാർഡ് കിട്ടുകയോ കിട്ടാതിരിക്കുകയോ ചെയ്യാം, പക്ഷെ നിങ്ങൾ സർക്കാരിനെ എതിർക്കരുത്. സാഹിത്യകാരന്മാർക്ക് നിബന്ധന വെക്കുന്നത് സർക്കാരുകളെ എതിർക്കരുത് എന്നാകുമ്പോൾ പിന്നെ ആ സാഹിത്യകാരൻ സമൂഹം എന്ത് പ്രതീക്ഷിക്കും? എന്ത് പ്രതീക്ഷിക്കാൻ പറ്റും? ഇന്ത്യയൊട്ടാകെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ജനങ്ങളുടെ ജീവൽ പ്രധാനമായ തൊഴിലില്ലായ്മയും ചെറുപ്പക്കാർ തൊഴിലില്ലാതെ അലയുകയാണ്. നമ്മുടെ കുട്ടികളെ തൊഴിൽ കിട്ടാതെ വിദേശങ്ങളിലേക്ക് പലായനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അഭയാർത്ഥി പ്രവാഹം എന്നൊക്കെ പണ്ട് നമ്മൾ പറയാറുണ്ട് മറ്റു രാജ്യങ്ങളിൽ നിന്ന് ഇങ്ങോട്ട്. പക്ഷേ ഇന്ന് ഇന്ത്യ രാജ്യത്ത് നിന്ന്, പ്രത്യേകിച്ച് നമ്മൾ കേരളത്തിൽ നിന്ന് പലായനം നടക്കുകയാണ് വിദേശങ്ങളിലേക്ക് ഇഷ്ടം പോലെ. ഭാവിയെക്കുറിച്ചുള്ള ഉത്കണ്ഠയുമായി നമ്മുടെ ചെറുപ്പക്കാരായ കുട്ടികൾ, അവർക്ക് ജോലി കൊടുക്കാനല്ല, അവരുടെ ജീവിതം മെച്ചപ്പെടുത്താനല്ല, അവരിലുള്ള ഏതെങ്കിലും ചിന്താഗതി മതത്തിൻ്റെ പേരിലോ ജാതിയുടെ പേരിലോ ഉണ്ടെങ്കിൽ അത് കത്തിച്ചെടുത്ത് വർഗീയതയുണ്ടാക്കി ആളിക്കത്തിച്ച് പരസ്പരം തല്ലിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഗൂഢാലോചനകൾ, അതിനുള്ള ഡിസൈനുകൾ, രൂപകൽപ്പനകൾ
ഭരണകൂടത്തിൽ നിന്ന് നേരിട്ട് നടക്കുന്ന കാലമാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. മഹാനായ മഹാത്മാഗാന്ധിയുടെ ആരായിരുന്നു? ആരായിരുന്നു മഹാത്മാഗാന്ധി? ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിനെക്കുറിച്ച് നമ്മുടെ മുന്നിലേക്ക് വരുന്ന ചിത്രം ഗാന്ധിജിയുടെ അല്ലാതെ വേറൊരു ചിത്രമുണ്ട്. ഗാന്ധി സാഹിത്യം ഒരുപാടുണ്ടായിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ ഗാന്ധിയൻ ചിന്താഗതിക്കാർക്ക് വേണ്ടിയിട്ടുള്ള എഴുത്തുകളും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇപ്പം ഗോഡ്സെക്ക് വേണ്ടിയും എഴുതാൻ ആളുണ്ട് എന്നുള്ളതാണ് വർത്തമാനകാല ഇന്ത്യ നേരിടുന്ന ഏറ്റവും വലിയ ദുരന്തം. ഗോഡ്സെക്ക് വേണ്ടി എഴുതാൻ ആളുണ്ടാകും. ലോകം കണ്ട ഏറ്റവും വലിയ തൊഴിൽദാന പദ്ധതിയായിട്ടുള്ള മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ പേര് മാറ്റുക മാത്രമല്ല, ആ പദ്ധതി തന്നെ കൊല്ലാക്കൊല ചെയ്തിരിക്കുന്ന ഒരു നിയമം പാർലമെൻറ്റിൽ പാസ്സാക്കിച്ചിട്ടാണ് ഞാനും ഷാഫിയും സമദാനിയൊക്കെ ഇവിടെ ഇരിക്കുന്നത്. ഞങ്ങൾ ഷാഫി ഡെസ്കിൻ്റെ മുകളിലൊക്കെ ചാടിക്കയറി സ്കൂൾ കാലത്ത് പോലും ചെയ്യാത്ത വണ്ണമുള്ള, കാരണം ആർക്കും വന്നു പോകുന്ന വികാരം, ഗാന്ധിജിയുടെ പേര് മാറ്റുക, ഒരാത്മാവിനെ കീറി മുറിക്കുക ഇന്ത്യയുടെ. ആ പദ്ധതിയെ തന്നെ ഇല്ലാതാക്കി. ഇപ്പം നമുക്കറിയാം, വടകരയിലെ പഞ്ചായത്തുകളൊക്കെ അറിയാമായിരിക്കും. ഒരു പഞ്ചായത്തിൽ ഒരു കൊല്ലം ചുരുങ്ങിയത് 10-12 കോടി രൂപ വരുമാനം പാവപ്പെട്ട തൊഴിലാളിക്ക് ഡയറക്റ്റ് കിട്ടുന്നതാണത്. അങ്ങനൊരു സ്കീം ഇന്ത്യയിൽ വേറെയില്ല. തൊഴിലാളിയുടെ കയ്യിലേക്ക് നേരിട്ട് വരികയാണ്. ഒരു പഞ്ചായത്തിൽ 12 കോടി രൂപ. അതിപ്പം കേന്ദ്രവിഹിതം 60% ആക്കി വെട്ടിക്കുറച്ചു. ഡിമാൻഡ് എന്നുള്ളത് ബജറ്റ് ഓറിയൻറ്റഡ് ആക്കി മാറ്റി. കേന്ദ്ര ഗവൺമെൻറ്റിന് എപ്പോൾ വേണമെങ്കിലും ഏത് പഞ്ചായത്ത് നോട്ടിഫൈ ചെയ്യാം, അത് സ്കീം ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട്, ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട്. ഫലത്തിൽ ആ പദ്ധതിയെ ഇല്ലാതാക്കി. ഗാന്ധിജിയെ ഒരുപാട് തവണ കൊന്നുകൊണ്ടിരിക്കുകയാണ് ഇവർ. ഏറ്റവും ഒടുവിൽ വീണ്ടും ഗാന്ധിജി എന്ന് പറയുന്ന സാഹിത്യ ലോകത്തിന് എത്ര വിമർശനങ്ങൾ നമ്മൾ കേട്ടു ഇതിൻ്റെ പേരിൽ. എത്ര സാഹിത്യകാരന്മാർ അതിനെക്കുറിച്ചൊന്ന് എഴുതി. ഒരുതരം ഭയാനകമായ നിശബ്ദത ഇന്ന് സാഹിത്യ ലോകത്തുണ്ട് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. അത് ഭയം കൊണ്ടുണ്ടായതാണോ അല്ല പ്രീണനം കൊണ്ടുണ്ടായതാണോ എന്നുള്ളത് നമുക്കറിയേണ്ടതായിട്ടുണ്ട്. എന്നാൽ ചില കാര്യങ്ങളിൽ അവർ വരാറുണ്ട്. നിലമ്പൂരിലൊരു ബൈ ഇലക്ഷൻ വന്നപ്പോൾ കൽപ്പറ്റ എന്ന് പറഞ്ഞതായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. ഒരു കൂട്ടം സാഹിത്യകാരന്മാരെല്ലാവരും കൂടെ നിലമ്പൂരിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ജനങ്ങൾ തിരസ്കരിക്കപ്പെടുന്നൊരു സർക്കാരിനെ എങ്ങനെയെങ്കിലും തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിൽ ഭാഗവാക്കാകാൻ അവർ വന്നിട്ടുണ്ടായിരുന്നു. സാഹിത്യകാരൻ്റെ ജോലി എപ്പോഴും എവിടെയാണ്? ഞാൻ നേരത്തെ പറഞ്ഞു പ്രതിപക്ഷത്താണ്. അത് പണ്ഡിറ്റ് ജവഹർലാലിനോട് പ്രതിപക്ഷത്തിൻ്റെ മുഖത്ത് നോക്കി ആർട്ടൂണിസ്റ്റ് ശങ്കർ വരച്ച കാർട്ടൂൺ അത് തന്നെയാണ് ഒരു പ്രതിപക്ഷ നേതാവിനും ചെയ്യാൻ കഴിയാത്തവണ്ണം ശക്തമായിട്ടുള്ള വിമർശനത്തിൻ്റെ കൂരമ്പുകൾ അന്ന് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കൊണ്ടുവരാൻ കഴിഞ്ഞത്. അവിടെയാണ് നമ്മൾ ഓപ്പോസിഷനെ റെസ്പെക്റ്റ് ചെയ്യുന്നത്. എൻ്റെ സഹോദരി രമ ഇവിടെ ഇരിക്കുന്നുണ്ട്. വർത്തമാനകാല സാമൂഹ്യ ചരിത്രം ഒരിക്കലും കണ്ടിട്ടില്ലാത്ത അതിക്രൂരമായ ഒരു കൊലപാതകം കണ്ടതാണ് ഈ വടകര. കടത്തനാടൻ കളരിയിൽ പോലും പണ്ട് അച്ചോളിയോദയനും അതുപോലെ അരിങ്ങോടരൊക്കെ ഉണ്ടായിരുന്ന കാലമുണ്ടായി. 52 വെട്ടി ഒരാളെ വെട്ടി വീഴ്ത്തി കൊന്നിട്ടും മതി തീരാതെ ഒരു മനുഷ്യജീവനെ പച്ചയോടെ കുത്തി വീഴ്ത്തിയിട്ട് തൻ്റെ മനസ്സിലെ സാഹിത്യകാരൻ്റെ മനസ്സിനകത്തുള്ള ഭാവന, അതിനെതിരെ ഒരക്ഷരം മിണ്ടാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ ആ സാഹിത്യകാരനെ ആ വാക്ക് വിളിക്കാൻ അർഹതയുള്ളവരാണോ എന്നുള്ളത് സമൂഹം ചോദിക്കേണ്ടതല്ലേ ആ ചോദ്യം. രമയെപ്പോലെ എത്രയോ പെങ്ങന്മാരുടെ ജീവിതം ഇങ്ങനെയായിരുന്നു. പക്ഷേ ഇതൊരു പ്രത്യേക ഉണ്ടായിരുന്നു. രമയുടെ ഭർത്താവ് ചന്ദ്രശേഖരൻ, ഞാൻ KSU പ്രസിഡൻ്റ് ആയിരുന്നപ്പോൾ ഞങ്ങളുമായിട്ട് നേരിട്ട് സംഘർഷം നടത്തുകയുണ്ടായിരുന്നു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഇലക്ഷനിൽ.
രാഷ്ട്രീയത്തിൻ്റെ പേരിൽ അത്ര പാർട്ടിക്ക് വേണ്ടി നിന്ന ഒരാൾ ഒരു ചെറിയ എതിരഭിപ്രായം പറഞ്ഞു പോയി എന്ന കാരണം കൊണ്ട് ഞാൻ ഒരു കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാൻ ഒറ്റ കാര്യത്തിലേക്കാണ് എത്തുന്നത്. മിസ്റ്റർ സാർജോ ഭൗമിക് ഈസ് ഹിയർ. I don't know whether you know the story of her husband, Mr. Chandrasekhar. You heard about it? Your book, I read the translation of your book last 2-3 days. It is very difficult to read completely because it was 400 pages. It is there. But well-written book, one of the well-written book. ആ പുസ്തകത്തിൽ ടി പി ചന്ദ്രശേഖരൻ്റെ കൊലപാതകം എങ്ങനെ നടന്നു എന്നുള്ളത് നമുക്ക് അതിശയിച്ചു പോകേണ്ട കാര്യമില്ല. ആ പുസ്തകത്തിലെ വിമർശനങ്ങൾ നമ്മളൊന്ന് എടുത്തു നോക്കിയാൽ ഇത് ഹീ ഈസ് വൺ ഓഫ് ദി SFI ആക്ടിവിസ്റ്റ്. യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ്. കൽക്കത്ത പ്രസിഡൻസി കോളേജിൽ SFIക്ക് വേണ്ടി ഏറ്റവും ശക്തമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരാളായിരുന്നു. ജേർണലിസ്റ്റായി പിന്നീട് വന്ന് തൻ്റെ ജീവിതാനുഭവങ്ങൾ തൻ്റെ പേര് മാറ്റി ഒരു യഥാർത്ഥ പേര് ആ നായകന് തൻ്റെ പേര് നായകന് കൊടുത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വളർച്ച, അതിൻ്റെ മുന്നോട്ടുള്ള പോക്ക്, സർവാധിപത്യം വന്നു ചേർന്നപ്പോൾ തൻ്റെ ആശയങ്ങളും തങ്ങളുടെ ആഗ്രഹങ്ങളും എല്ലാം മറന്നു കഴിഞ്ഞ് അവസാനം ആ പാർട്ടി എത്തിച്ചേർന്ന് നിൽക്കുന്ന ഇന്നത്തെ അവസ്ഥയിലേക്ക് എത്താനുണ്ടായ കാരണങ്ങളെയെല്ലാം വസ്തുനിഷ്ഠമായിട്ട് വിലയിരുത്തിയതാണ് സാർജോ ഭൗമികിൻ്റെ ആ പുസ്തകം. അത് സത്യത്തിൽ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാർ വായിച്ചാൽ അവർക്ക് അവരുടെ പാർട്ടിക്ക് അത് വളരെ ഗുണം ചെയ്യുമെന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. കാരണം ഒരു പാർട്ടിയുടെ യാത്രയുടെ യഥാർത്ഥ പിക്ചർ ഇപ്പോൾ അതിൻ്റെ ഒരു രൂപം തന്നെയല്ലേ ഇവിടെ നടക്കുന്നത്. ഞാൻ മോഡി ചെയ്യുന്ന നരേന്ദ്രമോദിക്കെതിരെ ഫാസിസ്റ്റ് ശക്തികൾ, ഇന്ത്യയിലെ ഫാസിസ്റ്റ് ശക്തികൾ കമ്മ്യൂണലൈസ് ചെയ്യാൻ വേണ്ടി ശത്രു ആരാണ്? നമ്മുടെ ശത്രു പൊതുവായിട്ട് നമ്മളെ തകർക്കാൻ വരുന്നവരാണ്. നമ്മുടെ ശത്രു ഹിന്ദുവിന് ശത്രു മുസ്ലിമാണെന്നും മുസ്ലിമിന് ശത്രു ക്രിസ്ത്യാനിയാണെന്നും മുസ്ലിമും ഹിന്ദുവും തമ്മിൽ ശത്രുക്കളാണെന്നും പഠിപ്പിച്ച് രാഷ്ട്രീയ നേട്ടം കൊയ്യാൻ ശ്രമിക്കുന്നതിന് വേണ്ടി വിഭജന കാലത്തേക്കാൾ ഭീകരമായി ജനങ്ങളെ വിഭജിക്കുന്ന ഒരു കാലഘട്ടത്തിൽ സാഹിത്യകാരൻ്റെയും സാംസ്കാരിക പ്രവർത്തകൻ്റെയും റോള് ഇത് വിളിച്ചു പറയുക എന്നുള്ളത് തന്നെയായിരിക്കണം. പുകഴ്ത്തി പറയുന്നതിൽ നമുക്കൊരുപാട് നേട്ടങ്ങൾ കിട്ടുമായിരിക്കും. തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചാൽ നമുക്ക് നേട്ടങ്ങളൊന്നും ഉണ്ടാവില്ലായിരിക്കാം. സാഹിത്യകാരൻ ഭയപ്പെടേണ്ടത് തെറ്റുകൾക്ക് മുന്നിൽ മൗനമായിരിക്കുമ്പോൾ കിട്ടുന്ന നേട്ടങ്ങളെ കുറിച്ചിട്ടാണ് സാഹിത്യകാരൻ ഭയപ്പെടേണ്ടത് എന്നുള്ളതാണ് എനിക്ക് വിനയപൂർവ്വം പറയാൻ. ഞാൻ ദേശീയ തലത്തിൽ ഞാൻ പറഞ്ഞു, ഒരു യുഗത്തിൽ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി സ്ഥാപിച്ചതാരാണ്? ഇന്ദിരാഗാന്ധി സ്ഥാപിച്ചതാണ് ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി. ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ കോൺഗ്രസ്സുകാരെ മാത്രം മതി വൈസ് ചാൻസലേഴ്സും പ്രൊഫസേഴ്സും, മറ്റു പാർട്ടിക്കാർ വേണ്ട എന്ന് തീരുമാനിച്ച പ്രധാനമന്ത്രി ആയിരുന്നില്ല. അവിടെ ചിന്തിക്കുന്നവർ, ഏത് പാർട്ടിയായാലും ചിന്തിക്കുന്നവരുണ്ടാകട്ടെ, ഇന്ത്യക്ക് വേണ്ടി ചിന്തിക്കുന്നവരുണ്ടാകട്ടെ, നമ്മുടെ നാളത്തെ കുട്ടികളെ പുതിയ പാതയിലോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ദീപ്തമുള്ള മനസ്സുള്ള ആളുണ്ടാകട്ടെ. അതുകൊണ്ടാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഇടതുപക്ഷ ചിന്തകന്മാരുള്ള സർവകലാശാലയായിട്ട് JNU ഇന്നും നിലകൊള്ളുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. പക്ഷെ ഇന്നോ സർവകലാശാലകൾ ആരാ ഭരിക്കുന്നത്? ഇന്ന് കേന്ദ്ര സർവകലാശാലകൾ ആരാണ്? RSS തീരുമാനിക്കും. യു ആർ ദ വൈസ് ചാൻസലർ, യു ആർ ദ ഡീൻ, യു ആർ ദ പ്രോ വൈസ് ചാൻസലർ. ഇതെല്ലാം തീരുമാനിക്കുന്ന നാഗ്പൂരിൽ നിന്നാണ്. ഇന്ത്യയിലെ കേന്ദ്ര സർവകലാശാലകളെല്ലാം തീരുമാനിക്കുന്ന അവിടെ നിന്നാണ്. ആ തീരുമാനിക്കുന്ന വൈസ് ചാൻസലർമാർ തീരുമാനിക്കുന്ന സിലബസും കരിക്കുലവും നമ്മുടെ കുട്ടികളെ യഥാർത്ഥ ചരിത്രം പഠിപ്പിക്കാനല്ല, വികലമായ ചരിത്രം പഠിപ്പിച്ച് ജനങ്ങളെ ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇതിനെതിരായിട്ടുള്ള ശബ്ദങ്ങൾ ഉയരേണ്ടതല്ലേ? ഞാൻ ചിന്തയ്ക്ക് വേണ്ടി വയ്ക്കുകയാണ്. അതിനെ എല്ലാ ഭാഷയിലും നമ്മളെല്ലാവരും എതിർക്കുന്ന, ഇടതുപക്ഷവും കോൺഗ്രസും എല്ലാവരും ഒരേ ഭാഷയിൽ എതിർക്കുന്നതാണ് ദേശീയ തലത്തിലുള്ള ഈ സമീപനങ്ങളെ.
ദേശീയ തലത്തിലുള്ള ഈ സമീപനങ്ങളെ എല്ലാം എതിർക്കുമ്പോഴും നമ്മൾ എതിർക്കപ്പെടേണ്ടവർ എപ്പോഴും എതിർക്കണം. കേരളവും ഇതിൽ നിന്ന് സത്യത്തിൽ ചിലപ്പോഴെങ്കിലും ചിലരുടെ പ്രസ്താവനകൾ കേട്ടാൽ ദേശീയ തലത്തിൽ സംഘപരിവാറിൻ്റെ യഥാർത്ഥ സ്പോക്സ് പേഴ്സൺമാർ ഞങ്ങളായിരിക്കണമെന്ന് നിർബന്ധം പിടിക്കുന്ന ആളുകൾ കേരളത്തിൽ ഭരിക്കുന്നുണ്ട് എന്ന് തോന്നുന്ന ഒരു സാഹചര്യം ഉണ്ടായിപ്പോകുന്നു എന്നുള്ളത് വർത്തമാന കാലഘട്ട ചിത്രമാണ്. എനിക്ക് പറയാനുള്ളത്, ഇപ്പം ഞങ്ങൾ ഭരിച്ചാലും കോൺഗ്രസ് ഭരിച്ച കാലഘട്ടം ഉണ്ടായിട്ടുണ്ട്, ഇടതുപക്ഷം ഭരിക്കുന്ന കാലഘട്ടം. കേരളത്തിൽ ദേശീയ തലത്തിൽ കോൺഗ്രസ് ഭരിക്കുന്നുണ്ട്, BJP ഭരിക്കുന്നു. ഇപ്പോൾ ആര് ഭരിച്ചോട്ടെ, ഭരണത്തിൻ്റെ തെറ്റുകളെക്കുറിച്ച് ചൂണ്ടിക്കാണിക്കാൻ, പ്രത്യേകിച്ച് അടിസ്ഥാന മൂല്യങ്ങളായിട്ടുള്ള ജനാധിപത്യം നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിൽ ഒപ്പം നിൽക്കാൻ, ജനങ്ങളോട് അതിനുവേണ്ടി നിർത്തിക്കാനുള്ള കടമ രാഷ്ട്രീയ പാർട്ടികൾക്കുണ്ട്. ഏറ്റവും കൂടുതലുള്ളത് രാഷ്ട്രീയ പാർട്ടികൾക്ക് തന്നെയാണ്. രാഷ്ട്രീയ പാർട്ടികൾ മുഴുവൻ ആ ഉത്തരവാദിത്വം നിർവഹിക്കാൻ ത്യാഗപൂർണ്ണമായി പ്രവർത്തനം നടത്തിയേ പറ്റൂ. നമ്മൾ ഇന്ത്യ രാജ്യത്ത് ഇപ്പോൾ ബേസിക്കലായി ജനാധിപത്യം വലിയ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കുള്ള ഏറ്റവും വലിയ ജനാധിപത്യ അവകാശമായ വോട്ട് പോലും സുരക്ഷിതമായി നിങ്ങളുടെ കയ്യിലുണ്ടോ എന്നുള്ള ചോദ്യം രാജ്യത്ത് ഉയരുന്ന കാലത്ത് നമ്മൾ ജീവിക്കുകയാണ്. ജനാധിപത്യത്തിൻ്റെ സക്രിയമായ പ്രക്രിയ നടത്തേണ്ട തിരഞ്ഞെടുപ്പ് കമ്മീഷനുകളുടെ വിശ്വാസ്യതകളെ പോലും ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു കാലത്ത് നമ്മൾ നിൽക്കുകയാണ്. ഏജൻസികളെല്ലാം രാഷ്ട്രീയ എതിരാളികളെ തീർക്കാൻ വേണ്ടിയിട്ടുള്ള ഉപകരണങ്ങളാക്കി മാറ്റുന്ന സാഹചര്യം നിലനിൽക്കുകയാണ്. ഈ അന്ധകാരപൂർണമായിട്ടുള്ള നിമിഷം ഇതുപോലെ ഇതിനകത്ത് രാജാവ് നഗ്നനാണെന്ന് പറയാൻ ധൈര്യം കാണിക്കുന്ന ആളുകൾ രാഷ്ട്രീയത്തിൽ നിന്ന് വരണം, ഒപ്പം സാഹിത്യകാരന്മാരിലും അതുണ്ടാകണം എന്നുള്ളത് തന്നെയാണ് അഭ്യർത്ഥിക്കുന്നത്. അത് പറയുമ്പോൾ ഞാൻ നേരത്തെ നമ്മുടെ ഈ കൊച്ചുനാടായ കേരളത്തിലെ പ്രബുദ്ധമായ ഈ മണ്ണും ദേശീയ തലത്തിലെ ആ പാത അവിടെ അവർ ചെയ്യുന്നതുകൊണ്ട് ഇവിടെ ഞങ്ങൾക്കും ചെയ്യാമെന്ന് വിചാരിച്ച് ആ പാതയേക്കാൾ കുറച്ച് കൂടുതൽ ഉയരത്തിലുള്ള പാത ചെയ്താൽ, ആ ചെയ്തത് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു, സാർജോ ഭൗമിക്ക് ബംഗാളിൽ എഴുതിയ പുസ്തകം കേരളത്തിൽ വീണ്ടും വേറെ ആരെങ്കിലും കുറച്ച് നാൾ കഴിഞ്ഞാൽ എഴുതേണ്ടി വരും എന്നുള്ളതാണ് ഉണ്ടാകാൻ വേണ്ടി പോകുന്നത് എന്നുള്ള കാര്യം ഞാനിവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് മാത്രമാണ്. കാരണം അതാണ് ഈ ചർച്ചയിൽ ഞാൻ തുറന്നു ചർച്ച നാളെ ചർച്ച ചെയ്തോട്ടെ. അത്ഭുതം തോന്നി ഇന്നലത്തെ നമ്മുടെ മുഖ്യമന്ത്രിയുടെ പ്രസംഗം ഞാൻ കേട്ടു. എന്തൊരു പ്രസംഗമായിരുന്നു അത്! നമ്മുടെ സംസ്കാരവും നമ്മുടെ സാഹിത്യവും മനുഷ്യനെ ഒന്നിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളെല്ലാ കാലത്തും പറഞ്ഞിരിക്കുന്നത്. അവിടെ പക, പഴയ കാലങ്ങൾ ഉയർത്തിക്കാട്ടിക്കൊണ്ട് വീണ്ടും ആ പകയിലേക്ക് കൊണ്ടുവരാൻ ഇല്ലാത്ത കഥകൾ ഉണ്ടാക്കിയെടുത്ത്, സത്യമല്ലാത്ത കഥകൾ ഉണ്ടാക്കിയെടുത്ത് പറയുന്ന സാഹചര്യം ഉണ്ടാകുന്നത് എന്ത് വന്നാലും അത് ചിന്തിക്കപ്പെടേണ്ടതാണ് എന്നുള്ള കാര്യം അടിവരയിട്ട് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കാലം ആഗ്രഹിക്കുന്നത് ജനാധിപത്യവും മതേതരത്വവും നമ്മൾ പ്രാണവായുവിനെ പോലെ ജീവിക്കുന്ന വിശ്വാസങ്ങളാണ്. അവിടെ അവർക്ക് വേണ്ടി ശബ്ദിക്കാൻ, അവർക്ക് വേണ്ടി എഴുതാൻ, അവർക്ക് വേണ്ടി പാടാൻ എത്രയോ പേര് എഴുതുന്നുണ്ട്. ഞാൻ തുറന്നു പറഞ്ഞു, അവരുടെ ജീവിതം തന്നെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. ഞാൻ അവരുടെ പറഞ്ഞ ആളുകളെ ഇവിടെ സൂചിപ്പിച്ചു. എത്രയോ പേർ ഇപ്പോൾ ജയിലുകൾക്കകത്താണ് ഈ ഒഴുക്കിനെതിരെ നീന്തുന്നവരുണ്ട്. പക്ഷേ ഭൂരിപക്ഷം പേരും ഒഴുക്കിനെതിരെ നീന്താൻ ഞങ്ങളില്ല, ഞങ്ങളെ വ്യവസ്ഥാപിതമായിട്ടുള്ള എസ്റ്റാബ്ലിഷ്മെൻറ്റ് കൂടെ നിൽക്കാൻ ഇപ്പോൾ അല്പം നിശബ്ദനായിരിക്കട്ടെ എന്ന് പറയുന്ന അപകടകരമായ ഭയാനകമായ ആ ചുറ്റുപാടിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള കാഹളം ഈ കടത്തനാട് ഫെസ്റ്റിവലിൽ നിന്നും ഈ വർഷം ഉയരട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നു. നമസ്കാരം. നന്ദി സാർ, നല്ല വാക്കുകൾക്കും നല്ല സന്ദേശത്തിനും. ഇനി നമ്മുടെ ചടങ്ങിൽ ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുകയാണ്
വാക്കുകളുടെ മാന്ത്രികൻ, ബഹുഭാഷാ പണ്ഡിതൻ, സാംസ്കാരിക ലോകത്തെ അതുല്യ പ്രതിഭ, ആഴത്തിലുള്ള വായനയിലൂടെയും അറിവിലൂടെയും ലോക തത്വചിന്തകളെ നമുക്ക് മുന്നിൽ ലളിതമായി അവതരിപ്പിക്കുന്ന പ്രിയപ്പെട്ട അബ്ദുൽ സമദ് സമദാനി സാഹിബിനെ ഏറെ സ്നേഹപൂർവ്വം ഈ വേദിയിലേക്ക് സദസ്സുമായി സംവദിക്കുന്നതിന് വേണ്ടി സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. കടത്തനാട് സാഹിത്യോത്സവത്തിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷം വഹിച്ചുകൊണ്ടിരിക്കുന്ന വളരെ അഭിമാനകരമായിട്ടുള്ള ഈ സംരംഭത്തിൻ്റെ സാരഥി ബഹുമാനപ്പെട്ട അധ്യക്ഷൻ പ്രിയപ്പെട്ട സുഹൃത്ത് ഐ മൂസ, ഈ പരിപാടിയുടെ ഒരു കാവ്യപ്രചോദനം പോലെ ഇതിൻ്റെ മാർഗദർശിയായി ഇതിൻ്റെ കൂടെയുള്ള മലയാളത്തിൽ സ്വാതന്ത്ര്യത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും മാനവത്വത്തിൻ്റെയും ശക്തമായ കവിതയുടെ സ്രോതസ്സുകൾ വറ്റാതെ ഇപ്പോഴും കാത്തുസൂക്ഷിക്കുന്ന ശ്രേഷ്ഠ കവി എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് കൽപ്പറ്റ നാരായണൻ ഈ സെൽ സംരംഭം ഉദ്ഘാടനം ചെയ്ത് നമ്മോട് സംസാരിച്ചിട്ടുള്ള ഇന്ത്യയുടെ പാർലമെൻറ്റിൽ പ്രതിപക്ഷ സ്വരം, ജനാധിപത്യ സ്വരം, മതേതര സ്വരം ആവശ്യമുള്ളപ്പോഴൊക്കെ ശക്തമായി മുഴക്കുന്ന AICCയുടെ ജനറൽ സെക്രട്ടറി അഭിവന്ദനായ ശ്രീ KC വേണുഗോപാൽ, എൻ്റെ പ്രിയ സുഹൃത്തും സഹപ്രവർത്തകനുമായ ഷാഫി, പ്രിയപ്പെട്ട പ്രവീൺ, എൻ്റെ അഭിവന്യ സഹോദരി വടകരയുടെ പുത്രി പ്രിയപ്പെട്ട രമ, പുറത്തു നിന്നും വന്ന അതിഥികളടക്കം ഞാൻ എല്ലാവരുടെയും പേര് പറഞ്ഞ് വൈകിയ ഈ വേളയിൽ ദീർഘമായൊരു സംസാരത്തിനോ അഭിസംബോധനക്കോ മുതിരുന്നില്ല. വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ, പ്രിയപ്പെട്ടവരെ, അഭിവാദ്യങ്ങൾ, ആദരം. കടത്തനാട് സാഹിത്യോത്സവം എത്രമാത്രം പ്രസക്തമാകുന്നു എന്ന് വിളിച്ചോതുന്ന ഒരു ഉദ്ഘാടന പ്രസംഗത്തിൻ്റെ ശേഷം അല്പം ശ്ലഥചിന്തകൾ ആ വാക്കുകൾക്ക് അനുബന്ധമായി ഇവിടെ രേഖപ്പെടുത്താൻ മാത്രമാണ് ഞാനിവിടെ എഴുന്നേറ്റ് നിൽക്കുന്നത്. വലിയ വെല്ലുവിളികൾ നിറഞ്ഞ ഒരു കാലുഷ്യമുള്ള സാഹചര്യത്തിൽ ഇതുപോലുള്ള സാംസ്കാരിക സന്ദർഭങ്ങൾ എത്രമാത്രം ആശ്വാസകരമാണ് എന്ന് പ്രത്യേകിച്ച് പറയേണ്ടതില്ല. കടത്തനാട് ഒരുപാട് ചരിത്രമുള്ള നാടാണ്. അതുപോലെയാണ് കേരളത്തിൽ പല സ്ഥലങ്ങളും, എല്ലാ സ്ഥലങ്ങളും. പക്ഷെ ആ ചരിത്രത്തെയൊക്കെ മാറ്റിമറിച്ച്, ഇന്ത്യയുടെ ചരിത്രത്തെ തന്നെ മാറ്റിമറിച്ച് പുതിയ ഏതോ ഒരു ഇരുണ്ട യുഗത്തിലേക്ക് ഭാരത മഹാരാജ്യത്തെയും അതിലെ നമ്മുടെ പ്രിയപ്പെട്ട നാടായ കേരളത്തെയും കൊണ്ടുപോകാൻ കൊണ്ടുപിടിച്ച ശ്രമങ്ങൾ നടക്കുമ്പോഴാണ് ഒരു ഉണർത്തുപാട്ട് പോലെ നിങ്ങൾ ഈ കടത്തനാട് സാഹിത്യോത്സവം സംഘടിപ്പിച്ചിട്ടുള്ളത്. അധ്യക്ഷ പ്രസംഗത്തിനിടയിൽ പ്രിയപ്പെട്ട ഐ മൂസ ഇത് തൻ്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ നിമിഷമാണ് എന്ന് പറയുന്നത് ഞാൻ വളരെ കൗതുകത്തോടു കൂടി ശ്രദ്ധിക്കുകയുണ്ടായി. ഇന്ത്യയുടെ ഇന്നത്തെ സാംസ്കാരികമായിട്ടുള്ള പശ്ചാത്തലത്തിൽ ഇതുപോലൊരു സന്ദർഭം കെട്ടിപ്പടുക്കാൻ സാധിക്കുന്നത് അദ്ദേഹത്തിന് മാത്രമല്ല, അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിക്കുന്നവർക്ക് മാത്രമല്ല, ഇതിൽ പങ്കെടുക്കുന്ന ഞങ്ങൾക്കൊക്കെ വളരെ സന്തോഷകരവും ആശ്വാസകരവുമായ ഒരു നിമിഷമാണ് എന്ന് അദ്ദേഹത്തോട് തിരിച്ച് പ്രതികരിച്ച് പറയാൻ ഞാൻ ഈ അവസരത്തിൽ ആഗ്രഹിക്കുകയാണ്. ഇവിടെ വന്ന് നിൽക്കുമ്പോൾ ഞാൻ കടത്തനാട്ടെ രണ്ട് സാഹിത്യ കുതുകികളെ ഓർക്കുകയാണ്. രണ്ടുപേരും എനിക്ക് വളരെ പ്രിയപ്പെട്ടവരായിരുന്നു. രണ്ടുപേരും കോൺഗ്രസിൻ്റെ നേതാക്കളായിരുന്നു, എൻ്റെ ഉറ്റ സുഹൃത്തുക്കളായിരുന്നു. ഒന്ന് ശ്രീ കടമേരി ബാലകൃഷ്ണൻ, ഒന്ന് ശ്രീ അരൂർ. ഈ രണ്ടുപേരെയും നിങ്ങൾക്ക് നല്ലപോലെ ഓർമ്മയുണ്ടാകുമെന്ന് എനിക്കറിയാം. രണ്ടുപേരും സാഹിത്യത്തിൽ വളരെ വ്യാപൃതരായിരുന്നു. അരൂർ എൻ്റെ ഈ വഴിക്ക് വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ അല്ലാതെ ഞാൻ ഈ വഴിക്ക് യാത്ര ചെയ്തിട്ടില്ല. ഇവിടെ ഞാൻ എവിടെ പോകുമ്പോഴും എൻ്റെ കൂടെ എൻ്റെ വാഹനത്തിൽ അരൂർ പത്മനാഭൻ പപ്പേട്ടൻ അദ്ദേഹം ഉണ്ടാകുമായിരുന്നു. അദ്ദേഹം എൻ്റെ കൂടെ ഇരുന്ന് അക്കിത്തത്തിൻ്റെ ഒക്കെ കവിത ചൊല്ലിയിരുന്നത് ഞാൻ ഈ അവസരത്തിൽ ഇവിടെ കടന്നു വന്നപ്പോൾ ഓർത്തു.
കടമേരി ഒന്നാം തരം കവിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ പുസ്തകം പ്രകാശനം ചെയ്യാൻ എനിക്കും അവസരമുണ്ടായിട്ടുണ്ട്. ഈ രണ്ട് പേരെ കടത്തനാട് സാഹിത്യോത്സവത്തിൽ നിൽക്കുമ്പോൾ ഓർക്കുകയും ഇവരൊക്കെ നമ്മുടെ കൂട്ടത്തിൽ നിന്ന് തന്നെ സാഹിത്യത്തിൻ്റെ ധർമ്മം മനസ്സിലാക്കി പ്രവർത്തിച്ചവരായിരുന്നു. ഉദ്ഘാടന പ്രസംഗം ചില ചോദ്യങ്ങൾ കൊണ്ട് ശ്രദ്ധേയമായിരിക്കുകയാണ്. ചില കരുത്തുറ്റ ചോദ്യങ്ങളാണ് ഉദ്ഘാടന പ്രസംഗത്തിലൂടെ ഉന്നയിക്കപ്പെട്ടിട്ടുള്ളത്. ഞാനതിനെ ചുട്ടുപൊള്ളുന്ന ചോദ്യങ്ങൾ എന്ന് വിളിക്കുന്നു, ബേണിംഗ് ക്വസ്റ്റ്യൻസ്. ഈ ബേണിംഗ് ക്വസ്റ്റ്യൻസ് ഉയരുന്നത് ഒരു ജനാധിപത്യ ബോധത്തിൽ നിന്നാണ്. അവഗണിക്കാൻ കഴിയാത്ത ചുട്ടുപൊള്ളുന്ന ചോദ്യങ്ങളാണ് ശ്രീ KC വേണുഗോപാൽ കടത്തനാട് സാഹിത്യോത്സവത്തിൻ്റെ ഉദ്ഘാടന സന്ദർഭത്തിൽ പ്രബുദ്ധ കേരളത്തിൻ്റെ മുമ്പാകെ വെച്ചിട്ടുള്ളത്. സാഹിത്യകാരന്മാരുടെ മുമ്പിൽ മാത്രമല്ല ആ ചോദ്യങ്ങൾ ഉയരുന്നത്, സാഹിത്യകാരൻ്റെ ധർമ്മത്തെ ഉണർത്തിക്കൊണ്ടാണ് അദ്ദേഹം ഇവിടെ സംസാരിച്ചത്. സാഹിത്യത്തിനൊരു ധർമ്മമുണ്ട്, രാഷ്ട്രീയത്തിനെന്ന പോലെ മതത്തിനുണ്ട്, കല, സാഹിത്യം, ഇതൊക്കെ ചില വ്യവഹാരങ്ങളാണ്. ആ വ്യവഹാരങ്ങളുടെ എല്ലാം ലക്ഷ്യം മാനവത്വം എന്ന പരികൽപ്പനയായിരിക്കണം. മാനവത്വത്തിൽ കവിഞ്ഞൊന്നുമില്ല. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ജപ്പാനിൽ ബോംബ് വർഷിച്ചു നാഗസാക്കിയിലും ഹിരോഷിമയിലും എന്ന് കേട്ട് ആ ബോംബിന് ആധാരമായിട്ടുള്ള ശാസ്ത്രീയ തത്വം കണ്ടുപിടിക്കാൻ കാരണക്കാരനായി പറയപ്പെടുന്ന ആൽബർട്ട് ഐൻസ്റ്റൈൻ ഈ ബോംബിട്ടു എന്ന് കേൾക്കുമ്പോൾ, ഒരുപാട് മനുഷ്യന്മാർ മരിച്ചു എന്ന് കേൾക്കുമ്പോൾ അദ്ദേഹം പറയുന്നൊരു വാക്കുണ്ട്. അദ്ദേഹം പറഞ്ഞു, എല്ലാം മറക്കുക, മാനവത്വം മാത്രം ഓർക്കുക. ഫർഗെറ്റ് എവരിതിങ് ആൻഡ് റിമെമ്പർ ഹ്യൂമാനിറ്റി എന്നാണ് ആൽബർട്ട് ഐൻസ്റ്റൈൻ ഈ ബോംബ് വർഷത്തോട് പ്രതികരിച്ചുകൊണ്ട് പറഞ്ഞ വാക്കുകൾ. കടത്തനാട് സാഹിത്യോത്സവം പോലുള്ള സന്ദർഭങ്ങൾ ഇന്ന് പറയുന്നത് അതാണ്. നിങ്ങളുടെ ഈ പറച്ചിലുകളും ഈ കൊച്ചു രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി സമൂഹത്തെ ധ്രുവീകരിച്ചുകൊണ്ട് മനുഷ്യരെ തമ്മിൽ തല്ലിപ്പിക്കുന്ന പ്രവർത്തനങ്ങളും ദയവ് ചെയ്ത് മാറ്റിവെക്കുവിൻ, മനുഷ്യത്വത്തിന് വേണ്ടി ഉണരുവിൻ, ഒന്നാകുവിൻ എന്ന് വിളിച്ചു പറയുന്ന ഒരു സന്ദർഭമാണ്, സദസ്സാണ് ഇവിടെ ഒരുങ്ങിയിട്ടുള്ളത്. ഇന്ന് കടത്തനാടിന് അതിൻ്റെ സാഹിത്യ, കടത്തനാട്ട് മാധവിയമ്മയെ പോലുള്ള വലിയ എഴുത്തുകാർ, അതിൻ്റെയും പിറകോട്ട് സഞ്ചരിച്ചാൽ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്ന ചരിത്രം മുഴുവനും നമ്മുടെ ഒരുമയുടെ ചരിത്രമാണ്. കോട്ടക്കലോമല കുഞ്ഞാലിക്ക് നായരും തീയരും ഒന്നുപോലെ എന്ന നാടൻ പാട്ടിൽ വരിയുണ്ട്. പിൽക്കാലത്തുണ്ടായതല്ല, അന്ന് തന്നെ ഉള്ളതാണ്. സാമൂതിരി ലോകനാർകാവിലെ ഉത്സവത്തിന് എഴുന്നള്ളുമ്പോൾ അദ്ദേഹത്തിൻ്റെ വലതുഭാഗത്ത് അതേപോലൊരു കസേര ഇട്ടിരുന്നു. സാമൂതിരി ഇരിക്കാനുള്ള ചക്രവർത്തിക്ക്, കോഴിക്കോട്ടെ ചക്രവർത്തി, സാമൂതിരി ചെറിയ ആളല്ല, അദ്ദേഹം ഇരിക്കുന്ന അതുപോലെ ഒരു ഇരിപ്പിടം തൊട്ടടുത്തൊരുക്കിയിരിക്കുന്നു. അത് കുഞ്ഞാലിമരക്കാർക്കുള്ള ഇരിപ്പിടമായിരുന്നു എന്നാണ് ചരിത്രം നമ്മോട് പറയുന്നത്. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് പോയാൽ ഈ കോഴിക്കോട് നിന്ന് സാമൂതിരി മലപ്പുറം ജില്ലയിലെ എൻ്റെ വീട്ടിൽ നിന്ന് ഒരു 5-6 കിലോമീറ്റർ മാത്രമുള്ള, ഞാൻ ചെറുപ്പത്തിലൊക്കെ ഒരുപാട് സഞ്ചരിച്ചിട്ടുള്ള, ഇപ്പോഴും സഞ്ചരിക്കുന്ന എൻ്റെ പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിൻ്റെ ഭാഗമായിട്ടുള്ള തിരുനാവായ, അവിടെ വന്ന് മാമാങ്കം, ആ മാമാങ്കത്തിൽ സാമൂതിരി നിൽക്കുമ്പോൾ ഒരു തവണ പോലും തൻ്റെ വലത് ഭാഗത്തൊരാളെ നിർത്താതെ സാമൂതിരി നിന്നിട്ടില്ല. അന്ന് സാമൂതിരി കയറി നിൽക്കുമ്പോൾ അദ്ദേഹത്തിന് കയറി നിൽക്കാനുണ്ടാക്കിയ തറയാണ് നിലപാട് തറ. ഒന്ന് ആലോചിച്ച് നോക്കണം. ഏറ്റവും ആധുനികമായ മലയാളത്തിൽ പോലും ഉപയോഗിക്കപ്പെടുന്ന ഒരു വാക്കാണത്, നിലപാട് തറ. സാഹിത്യകാരന് ഒരു നിലപാട് തറയുണ്ടായിരിക്കണം എന്ന് പറയാറുണ്ട്. എല്ലാവർക്കും ഒരു നിലപാട് തറയുണ്ടായിരിക്കണം. ആ വാക്കുണ്ടാകുന്നത് മാമാങ്കത്തിൽ നിന്നാണ്. ഓരോ വാക്കിൻ്റെയും സ്വരൂപം, അതിൻ്റെ പ്രഭവം, അതിൻ്റെ വികാസം, അതിൻ്റെ സാഹിത്യപരമായിട്ടുള്ള ചക്രവാള സീമകളിലേക്കുള്ള പരിണാമഗുപ്തി, ഇതെല്ലാം തന്നെ അന്വേഷിച്ച് ചെന്നാൽ മനുഷ്യരുടെ ഐക്യത്തിലും മാനവത്വത്തിൻ്റെ ഒരുമയിലുമാണ് നാം ചെന്നെത്തിപ്പെടുക. അപ്പോൾ ഈ വലതു ഭാഗത്തൊരാളെ നിർത്താതെ സാമൂതിരി ഈ ഉത്സവത്തിൽ പങ്കെടുത്തിരുന്നില്ല എന്ന് പറയുമ്പോൾ ആ ആളാരാണെന്നറിയാൻ നമുക്കൊക്കെ കൗതുകമുണ്ടാകും, അറിയുമായിരിക്കും പലർക്കും. അദ്ദേഹത്തിൻ്റെ പേര് ഷാ ബന്ദർ കോയ എന്നായിരുന്നു. ഷാ ബന്ദർ കോയ. ഈ കോയയെ വലതു ഭാഗത്ത് നിർത്താതെ ഒറ്റ തവണ പോലും സാമൂതിരി മാമാങ്കത്ത് പങ്കെടുത്തിട്ടില്ല. ഇതാണ് ചരിത്രം. ശ്രീ KC വേണുഗോപാൽ ഇവിടെ ഉന്നയിച്ച ആ ചരിത്രത്തെ പോലും ടൂളാക്കുന്ന, വക്രീകരിക്കുന്ന, ദുർവ്യാഖ്യാനം ചെയ്യുന്ന അദ്ദേഹം പലതവണയുടെ നെഹ്റുവിനെ ഉദ്ധരിച്ചു. ഈ അടുത്ത കാലത്ത് അഭിവന്ദനായ ശ്രീ KC തന്നെ ഞങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ പിറകിൽ, പ്രിയപ്പെട്ട ഷാഫി അടക്കം ഞങ്ങളൊക്കെ
എത്രയോ തവണ ഈ കഴിഞ്ഞ പാർലമെൻറ്റ് സെഷനിലടക്കം പ്രതികരിച്ചത് നെഹ്റുവിനെ ഒരു കാരണവുമില്ലാതെ അധിക്ഷേപിക്കുന്നത് കേട്ടിട്ടാണ്. കഴിഞ്ഞ സെഷനിൽ പോലും ഒരു തവണ ഇറങ്ങിപ്പോയി പ്രതിപക്ഷം ഒറ്റ കാരണത്തിന്, നെഹ്റുവിനെ അധിക്ഷേപിച്ചു എന്ന കുറ്റത്തിന്. എന്താണിതെല്ലാം നൽകുന്ന സൂചന? ഗാന്ധിയെ നിഷ്കാസനം ചെയ്യാൻ, നെഹ്റുവിനെ നിഷ്കാസനം ചെയ്യാൻ എത്ര തവണ ശ്രമിക്കുമ്പോഴും 1000 കുതിരശക്തിയോടെ അവരുടെ ഓർമ്മകൾ ഉയർത്തെഴുന്നേൽക്കുകയാണ് എന്നുള്ളതാണ് ചരിത്രം. അതിൽ സാഹിത്യത്തിൻ്റെ ശക്തിയുണ്ട്. ഉദ്ഘാടകൻ ഇവിടെ പ്രസംഗത്തിനിടയിൽ ഗാന്ധി സാഹിത്യം എന്നൊരു വാക്ക് പ്രയോഗിച്ചു. അത് സാഹിത്യമാണ്. അത് നോവലിലോ കവിതയിലോ വായിക്കുന്ന പുസ്തകം പോലുള്ള സാഹിത്യമല്ല. അത് ജീവൽ സാഹിത്യം എന്ന് ഞാൻ അതിനെ വിളിക്കുന്നു. ജീവൽ സാഹിത്യം, ജീവിതത്തിൻ്റെ സാഹിത്യമാണ് ഗാന്ധി എഴുതിയത്. ഒരുപക്ഷെ ഇന്ത്യയെ ദേശീയോത്ഗ്രഥനത്തിൻ്റെ സാംസ്കാരികമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി ഇന്ത്യയിൽ നടത്തപ്പെട്ട എഴുത്തിൻ്റെ തുടക്കക്കാരൻ, സ്വാതന്ത്ര്യത്തിന് മുമ്പ് മുതൽ തുടങ്ങിയ ഒരു ഉത്ഗ്രഥന സാഹിത്യത്തിൻ്റെ, ലിറ്ററേച്ചർ ഓഫ് ഇൻ്റഗ്രേഷൻ, അതിൻ്റെ ഏറ്റവും വലിയ സ്ഥാപകനായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് ജവഹർലാൽ നെഹ്റുവിന് തന്നെയാണ്. പിന്നീട് ആബിദ് ഹുസൈനെ പോലുള്ളവരൊക്കെ അതിനെ പിന്തുടർന്നു വന്നു. ധാരാളം പുസ്തകങ്ങൾ അവരെഴുതി. ആബിദ് ഹുസൈൻ്റെ വളരെ പ്രസിദ്ധമായൊരു പുസ്തകമുണ്ട്. അതൊക്കെ നെഹ്റുവിൻ്റെ ഇന്ത്യയെ കണ്ടെത്തലിൻ്റെ തുടർച്ചയായിട്ട് സംഭവിച്ചിട്ടുള്ളതാണ്. അവരൊക്കെ ഒരുമിപ്പിക്കാൻ വേണ്ടിയാണ് എഴുതിയത്. അതുകൊണ്ട് ഞാൻ ദീർഘമായിട്ട് സംസാരിക്കുകയല്ല, ഉപസംഹരിക്കാൻ ശ്രമിക്കുകയാണ്. നമുക്കിന്നത്തെ ഏറ്റവും വലിയ ആവശ്യം സാഹിത്യത്തിലാകട്ടെ രാഷ്ട്രീയത്തിലാകട്ടെ മനുഷ്യൻ്റെ ഒരുമ കണ്ടെത്തുക എന്നുള്ളത് തന്നെയാണ്. വയലാർ പാടിയ പോലെ പാടാൻ സാധിക്കണം. ആ വയലാറും അവസാനം ഖിന്നനായിട്ടാണ് ഈ ലോകത്തുനിന്ന് പോയത്. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട കവി വയലാർ രാമവർമ്മ, അദ്ദേഹം ഏത് ചിന്താഗതിയുടെ പ്രതിനിധിയായിരുന്നു എന്ന് പറയേണ്ടതില്ലല്ലോ. വയലാറിന് സംഭവിച്ചത് പി ഭാസ്കരനും സംഭവിച്ചു. പി ഭാസ്കരനും ഒരു ദാർശനിക ധാരയിലൂടെ ഒഴുകിയ വലിയ എഴുത്തുകാരനായിരുന്നു. പക്ഷെ അവസാന ഘട്ടത്തിൽ പി ഭാസ്കരനൊന്നും ആ ലൈനിലായിരുന്നില്ല. വയലാറും അങ്ങനെയായിരുന്നില്ല. പക്ഷെ വയലാറിൻ്റെ ഒരു കാവ്യശകലം ഇന്ന് വളരെ വളരെ പ്രസക്തമാണ്. സ്നേഹിക്കയില്ല ഞാൻ നോവുമാത്മാവിനെ, സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രത്തെയും. മനുഷ്യനെ സ്നേഹിക്കാത്ത ഒന്നിനെയും സ്നേഹിക്കുകയില്ല എന്ന് വിളിച്ചു പറയാൻ സാധിക്കണം. കടത്തനാടൻ മലയാളത്തെക്കുറിച്ച് ഇവിടെ നമുക്കെല്ലാം അറിയാം. നിങ്ങൾ കേട്ട് കാണും ഒരു വള്ളുവനാടൻ മലയാളം. വള്ളുവനാടൻ മലയാളം ആളുകൾ കേട്ടാൽ തോന്നും ഇത് എവിടെയാണെന്ന് അറിഞ്ഞൂടാ. ഇത് മലപ്പുറം ജില്ലയിലാണ് ഈ വള്ളുവനാട്. എൻ്റെ വീടിൻ്റെ ഒരു 3 കിലോമീറ്റർ പിറകോട്ട് പോയാൽ വള്ളുവനാട് തുടങ്ങുകയായി. കോട്ടക്കലിൽ നിന്ന് ഇത്തിരി കിഴക്കോട്ട് പോയാൽ ഈ വള്ളുവനാടൻ മലയാളമാണ് പതിറ്റാണ്ടുകളോളം മലയാള സിനിമയെ ഭരിച്ചത്. കേട്ടാൽ അത്ഭുതം തോന്നും. മലയാള സിനിമയിൽ കഥ നടക്കുന്നത് കൊല്ലത്തായിരിക്കാം, തിരുവനന്തപുരത്തായിരിക്കാം, കഥാപാത്രങ്ങൾ ഏതോ പ്രദേശത്തുകാരായിരിക്കാം. അവരുടെ സംഭാഷണം, ഡയലോഗ് വള്ളുവനാടൻ മലയാളമായിരുന്നു. എന്താണ് വള്ളുവനാടൻ മലയാളത്തിന് ഇത്ര പ്രത്യേകത? അതിൻ്റെ ചന്തമാണ്, അതിൻ്റെ സൗന്ദര്യമാണ്. ഇന്നത് പറഞ്ഞ് ഫലിപ്പിക്കേണ്ടി വന്നിരിക്കുന്നു. മലപ്പുറത്ത് ക്രിസ്മസ് ആഘോഷിച്ചാൽ എന്താണ് സംഭവിക്കുക? ഡൽഹിയിലുള്ള ഒരു പോസ്റ്റാണ്. ഡൽഹിയിൽ 3-4 ദിവസം മുമ്പ് പ്രത്യക്ഷപ്പെട്ട ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റാണ്. മലപ്പുറത്ത് ക്രിസ്മസ് ആഘോഷിച്ചാൽ എന്ത് സംഭവിക്കും? ഇങ്ങനെ പറഞ്ഞുണ്ടാക്കി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് എത്ര ഭീകരമായിട്ടാണ് ചരിത്രത്തെ. ബഹുമാനപ്പെട്ട ഉദ്ഘാടകൻ ചോദിച്ച ചോദ്യങ്ങൾക്ക് ഉള്ള മറുപടി ഉയർന്നു വരാൻ തീർച്ചയായും വളരെ പാടുപെടേണ്ടി വരും ഇനിയുള്ള കാലത്ത് എന്നാണ് എനിക്ക് വളരെ ഉത്കണ്ഠയോടുകൂടി ഇവിടെ പറയുവാനുള്ളത്. മലപ്പുറത്ത് ക്രിസ്മസ് മാത്രമല്ല, മദ്രസയിലാണ് എൻ്റെ നാട്ടിൽ ഓണവും വിഷുവും ക്രിസ്മസും ആഘോഷം. എൻ്റെ വീട്ടിൻ്റെ മുറ്റത്തൊരു മദ്രസ ഉണ്ട്. ഞങ്ങൾ ഈ ഓണത്തിനും കൂടിയത് ആ മദ്രസയിലാണ്. എൻ്റെ ഉപ്പയുടെ പേരിലാണ് ആ മദ്രസ. എൻ്റെ വീട്ടിൻ്റെ മുറ്റത്താണ്. ഞങ്ങളുടെ നാട്ടിലെ ഹിന്ദുക്കളും മുസ്ലിങ്ങളൊക്കെ കൂടും. മലപ്പുറത്ത് ക്രിസ്മസ് ആഘോഷിച്ചാൽ എന്ത് സംഭവിക്കുന്നു ചോദിക്കുന്നവരോട് ഞാൻ ഒരു സംഭവം പറയാം. മലപ്പുറത്ത് കൊണ്ടോടിക്കടുത്തൊരു ക്രിസ്ത്യാനി മരിച്ചു. ഒരു ക്രൈസ്തവ സ്ത്രീ, അവരൊരു യൂറോപ്യൻ വനിതയാണ്. എത്രയോ ആളുകൾ അവിടെ വന്ന് പാർക്കുന്നുണ്ട്. കോട്ടക്കൽക്കാരനാണ് ഞാൻ. ആയുർവേദശാലയിലെ കഷായത്തിൻ്റെ
എണ്ണയുടെ തൈലത്തിൻ്റെ മണം ശ്വസിച്ച് വളർന്ന ബാല്യകാലമാണ് എൻ്റെ ബാല്യകാലം. കോട്ടക്കൽ ആര്യവൈദ്യശാലയുടെ ഇപ്പോഴും അങ്ങനെ തന്നെ. ഇപ്പോഴും ആര്യവൈദ്യശാല ഞങ്ങൾ ഈ കോട്ടക്കൽ ആര്യവൈദ്യശാല ഇന്ന് വെള്ളിയാഴ്ചയാണ്. ഇന്ന് വെള്ളിയാഴ്ച കോട്ടക്കലെ പാലപ്പറ മസ്ജിദിൽ ഉച്ചക്ക് വെള്ളിയാഴ്ച ഒരു ഖുത്ബ എന്ന് പറയുന്ന ഒരു പ്രഭാഷണമുണ്ട്. എല്ലാവർക്കും അറിയാം, മുസ്ലിങ്ങളല്ലാത്ത സഹോദരങ്ങൾക്കും അറിയാം. നിസ്കാരത്തിന് മുമ്പ് ഒരു പ്രഭാഷണമുണ്ട്, അതിനൊരു പീഠമുണ്ട്, അതിന് മിമ്പർ എന്നാണ് പറയുക. ഇന്നത്തെ വെള്ളിയാഴ്ചയും കോട്ടക്കലെ മസ്ജിദിൽ ഖുത്ബ നിർവഹിക്കാൻ വേണ്ടി ഇമാമ് കയറിയുന്നത് ആര്യവൈദ്യശാല സ്ഥാപിച്ച PS വാരിയർ പണിതു കൊടുത്ത മിമ്പറിൽ കയറി നിന്നുകൊണ്ടാണ്. വാരാണത് പണിതു കൊടുത്തത്. അയിമ കയറിയിട്ടാണ് ഇന്ന് ഉച്ചക്ക് ഖുത്ബ നിർവഹിച്ചിരിക്കുന്നത്. ഒരു നാടിനെ, ഒരു പ്രദേശത്തെ, ഒരു രാജ്യത്തെ, ഒരു ദേശത്തെ നിക്ഷിപ്ത താല്പര്യങ്ങൾക്ക് വേണ്ടി ചരിത്രത്തെ, സാഹിത്യത്തെ, സംസ്കാരത്തെ എങ്ങനെ വിഭജിക്കാമെന്നതിൻ്റെ ക്രൂരമായ ഉദാഹരണങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നാം ജീവിക്കുമ്പോൾ ഉദ്ഘാടകൻ ഉന്നയിച്ച ചോദ്യങ്ങൾക്കുള്ള പ്രതികരണമായി നമുക്ക് സ്വയം മാറാൻ സാധിക്കട്ടെ എന്നാണ് എനിക്ക് ആശംസിക്കാനുള്ളത്. നമ്മളായിരിക്കണം അതിനുള്ള മറുപടി. ആ ചോദ്യങ്ങൾക്കുള്ള മറുപടി നമ്മിൽ നിന്ന് ഉയരണം. അപ്പോൾ ഒരു ക്രൈസ്തവ സഹോദരി മരിച്ചു. ആരുമില്ല, ആ പഞ്ചായത്തിൽ ഒരൊറ്റ ക്രിസ്ത്യാനില്ല, കൊണ്ടോട്ടിക്കടുത്താണ്. അപ്പോൾ അവരെ ദേഹം അടക്കണം, അവരുടെ അന്ത്യകർമ്മങ്ങൾ നിർവഹിക്കണം. അവിടുത്തെ മുസ്ലിം മഹല്ല് ജമായത്ത് കമ്മിറ്റി യോഗം ചേർന്നു. അവരുടെ ദേഹം മദ്രസയിൽ കിടത്താൻ തീരുമാനിച്ചു. അവിടുത്തെ ഉസ്താദും ബന്ധപ്പെട്ടവരും കൂടി അവരെ കുളിപ്പിക്കാൻ ഏർപ്പാട് ചെയ്തു. പൊതുദർശനത്തിന് അവരെ കിടത്തിയത് അവിടുത്തെ മദ്രസയിലാണ്. ഈ നാടിൻ്റെ ചരിത്രം ഞാൻ ഇപ്പം മലപ്പുറത്തിൻ്റെ കഥ പറയാനല്ല. മലപ്പുറത്തിൻ്റെ കഥ എന്നും പറഞ്ഞാൽ അങ്ങനെ തീരൂല. അത് M ഗോവിന്ദൻ്റെ നാടാണ്, അത് പൂന്താനത്തിൻ്റെ നാടാണ്, അത് ഉറൂബിൻ്റെ PC കുട്ടികൃഷ്ണൻ്റെ നാടാണ്, അത് സൈനുദ്ദീൻ മഖ്ദൂമിൻ്റെ നാടാണ്, അത് മോയിൻകുട്ടി വൈദ്യരുടെ നാടാണ്, അത് വള്ളത്തോൾ നാരായണ മേനോൻ്റെ മണ്ണാണ്, അത് എടശ്ശേരി ഗോവിന്ദൻ നായരുടെയും മണ്ണാണ്. ഇന്നതൊക്കെ പറഞ്ഞു കൊടുത്ത ആളുകൾ ഒരു പക്ഷേ തുഞ്ചൻ്റെയും നാടാണ്. ഞാൻ കഴിഞ്ഞ ആഴ്ചയും തുഞ്ചൻ സാഹിത്യോത്സവത്തിൽ പങ്കെടുത്ത ആളാണ്. MT പോയ ശേഷമുള്ള ആദ്യത്തെ സാഹിത്യോത്സവം. MTയോടൊപ്പം ഞാൻ ഒരുപാട് പങ്കെടുത്തിട്ടുണ്ട്. അവിടെ പങ്കെടുക്കുക മാത്രമല്ല, MTയോടൊപ്പം അവിടെ ജീവിച്ച ഒരാളാണ് ഞാൻ. തുഞ്ചൻ പറമ്പിൽ പല തവണ MTയോടൊപ്പം ഒരു പൊതുവേദിക്ക് പോയ ആളല്ല, ജീവിച്ചതാണ്. ആ MT വാസുദേവൻ നായർ അടക്കം ഈ പൊന്നാനി താലൂക്കിൻ്റെ സന്തതിയാണ്. ഇവരൊക്കെ ബഹുമാനപ്പെട്ട ഉദ്ഘാടകൻ സൂചിപ്പിച്ചതുപോലെ ഒരുമിക്കുവിൻ എന്ന് പറഞ്ഞു. നമ്മൾ ഒന്നിച്ച് ജീവിച്ചു. ഇപ്പം പച്ചക്ക് വർഗീയത പറയുന്ന, തുറന്ന് പറയുന്ന, ഒരു മടിയില്ലാത്ത, 4 വോട്ടിന് വേണ്ടി ജനങ്ങളെ തെറ്റിപ്പിക്കാൻ ശ്രമിക്കുന്ന, പ്രത്യയശാസ്ത്രത്തിൻ്റെ മര്യാദകളോ ഒന്നുമില്ലാത്തൊരു കാലത്തേക്ക് സോഷ്യൽ മീഡിയയുടെ കൂടി കാലമാകുമ്പോൾ നമ്മൾ കടക്കുമ്പോൾ അവിടെയാണ് ഉദ്ഘാടകൻ ഉന്നയിച്ച ചോദ്യങ്ങളുടെ പ്രസക്തി. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ കടത്തനാടൻ സാഹിത്യോത്സവമായാലും മറ്റെന്തായാലും സാഹിത്യത്തിൻ്റെ ധർമ്മം, സാഹിത്യം എന്ന് പറയുമ്പോൾ അതിന് പിന്നെ സ്നേഹം എന്ന് പറയേണ്ട കാര്യമില്ല. കൽപ്പറ്റ നാരായണനെ സ്നേഹത്തിൻ്റെ കവി എന്ന് പറയേണ്ട കാര്യമില്ല, കവി തന്നെ സ്നേഹമാണെന്നാണ് എൻ്റെ അഭിപ്രായം. സ്നേഹമില്ലാതെ കവിതയില്ല. പണ്ട് പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ സെക്യുലറാണ്, ഇപ്പം അങ്ങനെ പറയാൻ കഴിയില്ല. സെക്യുലർ പൊളിറ്റിക്സ് എന്ന് പ്രത്യേകം പറയേണ്ട കാര്യമില്ല. മതേതര രാഷ്ട്രീയം എന്ന് പറയേണ്ട കാര്യമില്ലേ. എവരി പൊളിറ്റിക്സ് ഈസ് സെക്യുലർ. അങ്ങനെയാണ് പൊളിറ്റിക്കൽ ആക്ടിവിറ്റി എന്ന പോലെ സാഹിത്യം, കവിത എന്നൊക്കെ പറഞ്ഞാൽ ലോകത്താരെങ്കിലും അകറ്റാൻ വേണ്ടി ആരെങ്കിലും കവിത എഴുതിയിട്ടുണ്ടോ ഇന്നോളം? ഇല്ല. അത് മുദ്രാവാക്യമായിരിക്കും ആളുകൾ അകറ്റുന്നത്. കവിത അങ്ങനെയല്ല, കവിത യോജിപ്പിക്കാനാണ്. ആ യോജിപ്പിൻ്റെ മുന്നേറ്റം നമുക്ക് സൃഷ്ടിക്കാൻ സാധിക്കണം. അതിനിതുപോലുള്ള വ്യാപകമായ സംരംഭങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഒരു കവിത നിങ്ങളുടെ മുമ്പാകെ വെച്ചുകൊണ്ട്, ആ ഗരീയത്ത് കെ പർദേ ഇക് ബാർ ഫിർ ഉഠാ ദേ, ഗരീയത്ത് കെ പർദേ ഇക് ബാർ ഫിർ ഉഠാ ദേ, അപരത്വത്തിൻ്റെ തിരശ്ശീലകൾ ഇനി ഉയർത്തിയാലും ഏറ്റവും വലിയ പ്രശ്നം അപരത്വമാണ്. അന്യൻ 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 അന്യൻ, അവൻ അന്യൻ, അവൻ അന്യൻ, അയാൾ എനിക്ക് പറ്റൂല, അയാൾ എൻ്റെ മതസ്ഥനല്ല, അയാൾ എനിക്ക് പറ്റൂല, അയാൾ എൻ്റെ ആഹാരം കഴിക്കുന്നില്ല, അയാൾ എനിക്ക് പറ്റൂല, അയാൾ എൻ്റെ വേഷമല്ല ധരിക്കുന്നത്. വേഷവിധാനം പോലും ഓരോന്നും ദി അതർ, അതാണ് പ്രശ്നം. കവിതയിലും സാഹിത്യത്തിലും അതറില്ല.
അതറില്ല, മദറേ ഉള്ളൂ, അമ്മ മാത്രം, അമ്മയുടെ സ്നേഹം മാത്രം. അതാണ് ആ അപരത്വത്തിനെതിരെ ശബ്ദിക്കാനാണ് സാഹിത്യം. ഗൈരിയത്ത് കെ പർദേ ഇക് ബാർ ഫിർ ഉഠാ ദേ, ബിച്ഛുടോം ക ഫിർ മിലാ ദേ, പിണങ്ങിപ്പോയവരെ വീണ്ടും കൂട്ടിച്ചേർത്താലും നക്ഷേ ദുയി മിട്ടാതെ, രണ്ടാണെന്നതിൻ്റെ അടയാളങ്ങൾ മായ്ച്ചു കളഞ്ഞാലും സൂനി പടി ഹുവി ഹെ മുദ്ദത് സെ ദിൽ കി ബസ്തി, ഹൃദയത്തിൻ്റെ വാസസ്ഥാനം ഏറെക്കാലമായി വിജനമായിരിക്കുന്നു. ഫിർ ഇക് നയാ ശിവാല, ഇനി ഒരു പുതിയ അമ്പലം. ഫിർ ഇക് നയാ ശിവാല, ഇനി ഒരു പുതിയ സ്നേഹക്ഷേത്രം. ഇസ് ദേശ് മേ ബനാദേ, ഈ രാജ്യത്ത് പണിതുയർത്തിയാലും. ആ കാവ്യം പോലെ ഈ നാട് കണ്ട, ഈ കാലം കണ്ട ഏറ്റവും വലിയൊരു നേതാവ് പറഞ്ഞ പോലെ, ഞാൻ വെറുപ്പിൻ്റെ അങ്ങാടിയിൽ സ്നേഹത്തിൻ്റെ കട തുറക്കുകയാണ്. നഫറത്ത് കി ബാസാർ മേ മുഹബ്ബത്ത് കി ദുകാൻ, ആ കട സാഹിത്യം കൊണ്ട് തുറക്കണം, രാഷ്ട്രീയം കൊണ്ട് തുറക്കണം, സകല വ്യവഹാരങ്ങളും കൊണ്ട് തുറക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ മഹത്തായ സംരംഭത്തിൻ്റെ സംഘാടകരായ സുഹൃത്തുക്കളെ പ്രത്യേകം അനുമോദിച്ചുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വാക്കുകൾ കൊണ്ട് മഴവില തീർത്ത പ്രിയങ്കരനായ ഡോക്ടർ MP അബ്ദുൾ സമദ് സമദാനി, താങ്ക് യു സോ മച്ച്. അടുത്തതായി നമ്മുടെ ഈ വേദിയിൽ നടക്കേണ്ടത് സുവനീർ പ്രകാശനമാണ്. സുവനീർ പ്രകാശന കർമ്മത്തിനായി യുവത്വത്തിൻ്റെ ആവേശം, ജനകീയ പോരാട്ടങ്ങളുടെ മുൻനിര പോരാളി, സഭയിലും ജനമനസ്സുകളിലും ഒരുപോലെ തിളങ്ങുന്ന പ്രിയങ്കരനായ ജനപ്രതിനിധി, വടകരയുടെ പാർലമെൻറ്റ് അംഗവും പ്രശസ്ത വാഗ്മിയുമായ ശ്രീ ഷാഫി പറമ്പലിനെ ഏറെ സ്നേഹത്തോടെയും ആദരവോടെയും വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഒപ്പം നമ്മുടെ നമ്മുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ പ്രശസ്തനായ ശ്രീ ലക്ഷ്മൺ ഗെയ്ക്വാദ്, അദ്ദേഹമാണ് നമ്മുടെ പുസ്തകം സുവനീർ ഏറ്റുവാങ്ങുന്നത്. ഇരുവരെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു സുവനീർ പ്രകാശന കർമ്മത്തിനായി. श्री लक्ष्मण गेकवाद जी, आपको स्वागत करता है ये सुवनीर स्वीकार करने के लिए. വേദിയിൽ നമ്മുടെ വിശിഷ്ട അതിഥികളെല്ലാം തന്നെ എത്തിച്ചേർന്നിട്ടുണ്ട്. സുവനീർ പ്രകാശന കർമ്മം നിർവഹിക്കപ്പെട്ടു കഴിഞ്ഞു. ഏറ്റുവാങ്ങിയത് ശ്രീ ലക്ഷ്മൺ ഗെയ്ക്വാദ്, നൽകിയത് ശ്രീ ഷാഫി പറമ്പിൽ. ഒപ്പം നമ്മുടെ ബഹുമാന്യരായ ജനപ്രതിനിധികൾ. ഇനി പ്രിയങ്കരനായ MP ശ്രീ ഷാഫി പറമ്പലിനെ സദസ്സുമായി സംവദിക്കുന്നതിന് വേണ്ടി സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. MLA എവിടെ? പ്രിയപ്പെട്ടവരെ, ഇനി ദീർഘമായൊരു പ്രസംഗത്തിന് ഈ വേദിയിൽ ഒട്ടും പ്രസക്തിയുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. ഒന്ന്, പ്രിയപ്പെട്ട KC അദ്ദേഹത്തിൻ്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ എന്തിനാണ് ഒരു ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൻ്റെ വേദിയിൽ നമ്മളിങ്ങനെ ഒരുമിച്ചിരിക്കുന്നത്, നമ്മുടെ സമയം ഇതിനു വേണ്ടി നീക്കി വെക്കുന്നത് എന്തിനാണ്? എഴുത്തുകാരും വായനക്കാരും ചേർന്നൊരു ലോകം ഈ ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൻ്റെ തീമായ 3 ഘടകങ്ങളെ, കലയും അതുപോലെ തന്നെ ജനാധിപത്യവും പ്രകൃതിയും, അത് 3ഉം സംരക്ഷിക്കാൻ നടത്തുന്ന പോരാട്ടത്തിൻ്റെ ഭാഗമായി അണിചേരേണ്ടത് എങ്ങനെയാണ് എന്നുള്ളതിനെ സംബന്ധിച്ചും
ചോദ്യങ്ങൾ ഉയർത്തേണ്ടവർ അത് മറന്നു പോകുന്നതിനെ സംബന്ധിച്ചും ചോദ്യങ്ങൾ എത്രത്തോളം അനിവാര്യമാണെന്നതിനെ സംബന്ധിച്ചുമൊക്കെയുള്ള വ്യക്തമായ ഓർമ്മപ്പെടുത്തലായി അദ്ദേഹത്തിൻ്റെ പ്രസംഗം മാറി. അതുപോലെ തന്നെ പ്രിയപ്പെട്ട അബ്ദുൾ സമദാനി MP എന്നത്തെയും പോലെ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കാതുകൾ കൊണ്ടല്ല കടത്തനാട് ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ കേട്ടത്, അത് ഹൃദയം കൊണ്ടാണ് കേട്ടത് എന്നുള്ളതും നമുക്ക് അനുഭവപ്പെടുന്ന തരത്തിൽ രണ്ട് മനോഹരമായ ആഴമേറിയ പ്രസംഗങ്ങൾക്ക് ശേഷം ഈ വേദി ഇതിൻ്റെ ചർച്ചകളിലേക്ക് കടക്കാൻ വെമ്പി കാത്തിരിക്കുകയാണ് എന്നുള്ളത് നമുക്കെല്ലാവർക്കും ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു പ്രസംഗത്തിന് ഞാൻ മുതിരുന്നില്ല. ഒരു ജനപ്രതിനിധി എന്ന നിലയ്ക്ക് എന്നിൽ അർപ്പിച്ച ഒരു കടമയെ, കർത്തവ്യത്തെ പ്രിയപ്പെട്ട മൂസ വക്കീൽ ഇവിടെ ഓർമ്മിപ്പിച്ചതും കൽപ്പറ്റ നാരായൺ മാഷ നേതൃത്വത്തിൽ ഇതിൻ്റെ സ്വാഗത സംഘ യോഗത്തിൽ നടന്നൊരു ചർച്ചയുടെ ഭാഗമായി നമ്മൾ മുന്നോട്ട് വെച്ചതുമായിട്ടുള്ളൊരു കാര്യത്തെ അടിവരയിട്ട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. മറ്റൊന്നുമല്ല, സമീപ ഭാവിയിൽ കടത്തനാടൻ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ ഉൾപ്പെടെയുള്ള സംഗമങ്ങളുടെ വേദി ടൗൺ ഹാളിൻ്റെ ഒഴിവ് നോക്കി കാത്തിരിക്കേണ്ടി വരില്ല എന്നുള്ളത് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി നമ്മളെല്ലാവരും, ഇവിടുത്തെ മുഖ്യധാര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ജനപ്രതിനിധികളും പൊതുപ്രവർത്തകരും ഇത്തരം പ്രസ്ഥാനങ്ങളുടെ അമരത്തിരിക്കുന്ന ആളുകളും ഒരുപക്ഷെ കടൽ തീരത്തിന് നൽകിയ മണൽത്തരികൾ കാണുന്നൊരിടത്തോ അതല്ലെങ്കിൽ നദികൾ സംസാരിക്കുന്നിടത്തോ അതിൻ്റെ തീരത്തോ കടത്തനാടിന് ഒരു സാംസ്കാരിക കേന്ദ്രം എന്ന അനിവാര്യത ഓർമ്മപ്പെടുത്തുന്നതാണ്. അത് നമ്മൾ യാഥാർത്ഥ്യമാക്കുമെന്നുള്ള ഒരു വാക്കോ വാഗ്ദാനമോ ആ തരത്തിലല്ല, പക്ഷെ അതിൻ്റെ അനിവാര്യത തിരിച്ചറിയുന്ന ഒരാളെന്നുള്ള നിലക്ക്, ഒരു പൊതുപ്രവർത്തനം നിലക്ക് അത് ഈ സംഗമത്തിന് ഉറപ്പ് നൽകുന്നു. അധികം വർഷങ്ങൾ പിന്നിടാതെ അത്തരമൊരു കേന്ദ്രം നമ്മൾ വടകരയുടെ മണ്ണിലേക്ക് നമ്മളെല്ലാവരും കൂടെ ചേർന്ന് പരിശ്രമിച്ച് കൊണ്ടുവരും. മൂസ വക്കീൽ എന്നോട് സ്ഥലത്തെ സംബന്ധിച്ച് ചില സൂചനകൾ നൽകുകയുണ്ടായി. അതൊക്കെ നമുക്ക് കയ്യെത്തിപ്പിടിക്കാവുന്ന തരത്തിലാണെങ്കിൽ നമുക്ക് ആ പ്രവർത്തനങ്ങൾ തുടങ്ങാൻ ഇനിയും ഏറെ വർഷം കാത്തിരിക്കേണ്ടി വരുമെന്ന് ഞാൻ കരുതുന്നില്ല. അതിൻ്റെ വിശദാംശങ്ങൾ നമ്മൾ ഒന്നും കൂടെ ഇരുന്നും സംസാരിച്ചതിനും ശേഷം അതിൻ്റെ കാര്യങ്ങളിലേക്ക് കിടക്കാം. രണ്ട്, ഞാൻ നാരായണ മാഷ് എത്രത്തോളം ഇതിനകത്ത് ഇൻവോൾവ് ആണ് എന്നുള്ളത് വളരെ അടുത്ത് നിന്നെന്ന് എനിക്ക് പറയാൻ കഴിയുന്നൊന്നും ഒരു റോളും ഇതിനകത്ത് എനിക്കില്ലെങ്കിലും അദ്ദേഹം അതിനുവേണ്ടി എടുക്കുന്ന, ഞാൻ മൊഹുവ മൊയ്ത്രനെ ഈ സംഗമത്തിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള ഒരു ചർച്ച നടത്താൻ പാർലമെൻറ്റ് സമ്മേളനത്തിനിടക്ക് ഞാൻ അവരുടെ അടുക്കലേക്ക് പോയി. അവരുടെ അടുക്കലേക്ക് പോയപ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തിയത്, പറഞ്ഞു തുടങ്ങിയപ്പോഴത്തേക്കും മാഷയുടെ കാര്യം എന്നോട് ഇങ്ങോട്ട് പറഞ്ഞു. അവർക്കുള്ള പ്രയാസം മാഷെ അറിയിച്ചത് അവർ എന്നോട് പറയുകയുണ്ടായി. അപ്പോൾ ആ തരത്തിലുള്ള ആളുകളും ആ തരത്തിൽ എല്ലാവരുമായി ഈ കാര്യങ്ങൾ സംവദിക്കാനും സംസാരിക്കാനും കൊണ്ടുവരാനും ഇതിങ്ങനെ മനോഹരമാക്കി നടത്താനും ഒക്കെയുള്ള ഒരിടപെടൽ മാഷപ്പോലുള്ള ആളുകൾ നിരന്തരം നടത്തുമ്പോൾ ഞങ്ങളെപ്പോലുള്ള ആളുകൾ ഇനി ചെയ്യേണ്ടത്, ഈ സൂചിപ്പിച്ചതുപോലെ ഇതിന് ചേരുന്നൊരിടം, നമ്മുടെ ഒരു എല്ലാ പാരമ്പര്യത്തെയും ഷോക്കേസ് ചെയ്യുന്ന, അതിനെ വേറൊരു അർത്ഥത്തിൽ ഇതിനു മുമ്പ് പറഞ്ഞതുപോലെ അതിനെ ഭാവിയിലേക്കുള്ളൊരു പാലമായി മാറുന്ന തരത്തിലുള്ളൊരു സെൻറ്റർ നമുക്ക് അനിവാര്യമാണ് എന്നുള്ള കാര്യത്തിൽ എല്ലാ വേദികൾക്കും ഇടം കൊടുക്കുന്ന ഒന്നാണ് എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. അത് എത്രയും പെട്ടെന്ന് യാഥാർത്ഥ്യമാക്കാനുള്ള പരിശ്രമങ്ങളിലേക്ക് നമ്മൾ കടക്കും എന്നുള്ളത് ഒന്ന് പറയുന്നു. പെട്ടെന്നെന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, 5-6 മാസത്തിൻ്റെ 1-2 വർഷത്തിൻ്റെ ഉള്ളിൽ തീരാവുന്ന ഒരു കാര്യമല്ല. പക്ഷേ അതിൻ്റെ ചുവടുകൾ അത് ഇനി നിങ്ങൾ അറിഞ്ഞിരിക്കും. അതിൻ്റെ നടപടികളിലേക്ക് നമ്മൾ കടക്കും എന്നുള്ളത് സാന്ദർഭികമായിട്ട് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. മറ്റൊന്ന്, ഇതിൻ്റെ തീമിനെ സംബന്ധിച്ചാണ്. ഇപ്പോൾ ഈ കടത്തനാടൻ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ 3 ഘടകങ്ങളെ സംബന്ധിച്ച് നമ്മളോട് പറയുമ്പോൾ കേൾക്കുമ്പോൾ കലയും പ്രകൃതിയും ജനാധിപത്യവും 3 വാക്കുകളായി അത് വേറിട്ട് നിൽക്കുമെങ്കിലും അതിൻ്റെ നിലനിൽപ്പ് ഒന്നിച്ചാണ് എന്നുള്ളത് ഇന്നത്തെ 2 പ്രസംഗങ്ങളിലൂടെ നമ്മൾ തിരിച്ചറിയാൻ. ഒരു സമൂഹത്തിൽ കല വീക്കം ചെയ്യപ്പെടുമ്പോൾ, എഴുത്തും വായനയും ചോദ്യങ്ങളും വീക്കം ചെയ്യപ്പെടുമ്പോൾ അതെങ്ങനെ ഡെമോക്രസിയെ വീക്കം ചെയ്യുമെന്നുള്ളത് ഇവിടെ കേട്ട പ്രസംഗങ്ങളിൽ നമ്മൾ കണ്ടു. അതെങ്ങനെ ഡെമോക്രസിയെ വീക്കം ചെയ്യുന്നു എന്നുള്ളത് ഞാൻ പറയുന്നു. നമ്മുടെ ഏറ്റവും വലിയൊരു റിസൈലൻസ് അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും വലിയൊരു പ്രതിരോധ ശക്തിയും ശേഷിയുമാണ് കല എന്നുള്ള കാര്യത്തിന് സംശയം വേണ്ട. കലയുടെ പ്രതിപക്ഷ ശബ്ദത്തെ ഓർമ്മപ്പെടുത്തിയാണ് KC ഇവിടെ സംസാരിച്ചത്.
ഭരണകൂടങ്ങളോടും ഭരണകർത്താക്കളോടും സംസാരിക്കുമ്പോൾ കല എങ്ങനെ ഒരു അനിവാര്യതയാവുന്നു, കലാകാരനും കലാകാരിയും എങ്ങനെ അനിവാര്യരാവുന്നു എന്നുള്ളത്, അവരുടെ ഉത്തരവാദിത്തങ്ങൾ എങ്ങനെ നിലനിൽപ്പിന് ബേസിക് ആയിട്ടുള്ള എക്സിസ്റ്റൻസിന് അനിവാര്യമാണ് എന്നുള്ളതാണ് അദ്ദേഹം ഇവിടെ ഓർമ്മിപ്പിച്ചത്. കലാകാരൻ അധികാരമാണ് ശരി എന്ന് മാത്രം വിശ്വസിക്കാൻ തുടങ്ങിയാൽ, മൈറ്റ് ഇസ് റൈറ്റ് എന്ന് കരുതുന്ന ഭരണകൂടങ്ങൾ ഒരു രാജ്യത്തിൻ്റെ തന്നെ ഭരണകേന്ദ്രത്തിലേക്ക് രാത്രി എരച്ചു കയറി ഭരണകൂടത്തിൻ്റെ തലവന്മാരെ അവിടുന്ന് എടുത്തു പൊക്കി വേറെ രാജ്യത്ത് കൊണ്ടുവച്ച് ഇനി ഞങ്ങളത് ഭരിക്കും, അല്ലെങ്കിൽ അവിടുത്തെ ഇന്ധനം ഉൾപ്പെടെയുള്ള എണ്ണ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇനി ഞങ്ങളുടെ ഇഷ്ടത്തിന് തീരുമാനിക്കും എന്ന് പറയുന്നതാണ് ലോകക്രമം എന്ന് വിശ്വസിക്കാൻ, മൈറ്റ് ഇസ് റൈറ്റ് എന്ന് വിശ്വസിക്കുന്ന ഭരണകൂടങ്ങൾ തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യത്ത്, ലോകത്ത് എതിർ ശബ്ദങ്ങളുടെ കരുത്ത് എത്രത്തോളം ജനാധിപത്യത്തിൻ്റെ സംരക്ഷണത്തിന് അനിവാര്യമാണ് എന്നുള്ളത് ഈ സദസ്സും നമ്മളെ ഓർമ്മപ്പെടുത്തി. ഈ സദസ്സിലെ അതിഥികളും നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. ഇനി ജനാധിപത്യം വീക്കം ചെയ്താൽ അപ്പൊ പിന്നെ പ്രകൃതി ലൂട്ട് ചെയ്യപ്പെടാൻ മാത്രമുള്ള ഒരു വിഭവമായി മാറുമ്പോൾ അത് നിലനിൽപ്പിനോ അതിജീവനത്തിനോ അല്ല, അത് എക്സ്പ്ലോയിറ്റേഷന് വേണ്ടിയുള്ളതാണെന്ന് മാത്രം കരുതുമ്പോൾ, നമ്മൾ കണ്ടു ആരവല്ലി ഉൾപ്പെടെയുള്ള സമരങ്ങൾ ഇന്ത്യ രാജ്യത്ത് നടക്കുന്ന എത്രത്തോളം നമ്മുടെ ശ്രദ്ധയിലേക്ക് വന്നിട്ടുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടി. അവിടെ ജനാധിപത്യം വീക്കം ചെയ്യപ്പെടുമ്പോൾ അവിടെയും ചെയ്യപ്പെടുന്നത് നിലനിൽപ്പ് തന്നെയാണ്. അവിടെ കലയും കലാകാരനും എഴുത്തും ചോദ്യങ്ങളും ഒക്കെ ഈ പറയുന്ന ഒരു ഫാസിസ്റ്റ് ഭരണകൂടങ്ങളുടെ മുമ്പിൽ വായടക്കപ്പെടാൻ നിർബന്ധിതരാവുന്ന ഒരു സാഹചര്യത്തെ സൃഷ്ടിക്കുകയാണ്. ഇപ്പൊ കേൾക്കുമ്പോൾ 3 വാക്കാണ്: കല, പ്രകൃതി, ജനാധിപത്യം. പക്ഷെ അനുഭവിക്കുമ്പോൾ 3ഉം നമ്മുടെ നിലനിൽപ്പിൻ്റെ അടിസ്ഥാനമായി മാറേണ്ട ഘടകങ്ങളാണ്. അതിൻ്റെ റൈസും ഫോളും ഒരുമിച്ചാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. ഉയർന്നു നിൽക്കുകയാണെങ്കിൽ 3ഉം മനുഷ്യ ജീവിതത്തെ, തലമുറകളെ ഇനി മുന്നോട്ട് നടത്താൻ കരുത്തുള്ളതാണ്. തകർന്നാൽ 3ഉം ഈ നാട്ടിലെ മനുഷ്യരുടെ ജീവിതത്തെ പാടെ ഇല്ലാതാക്കാൻ കഴിയാവുന്ന തരത്തിൽ ഉള്ള തകർച്ചയിലേക്കും മാറും. അത് ഓർമ്മപ്പെടുത്തുന്ന തീമാണ് ഇത്തവണത്തെ ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന് വന്നിട്ടുള്ളത്. അതിൽ വളരെ പ്രശസ്തരായിട്ടുള്ള ആളുകൾ, കേൾക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിത്വങ്ങൾ, വളരെ പ്രസക്തമായ ആളുകൾ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിഷയങ്ങൾ, അതെല്ലാം കോർത്തിണക്കി ഇങ്ങനെ കടത്തനാടിൻ്റെ ഈ ചിന്തകളെ ചേർത്ത് പിടിക്കാൻ ഈ ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൻ്റെ സംഘാടകർ 3ാമത്തെ എഡിഷനിലും നടത്തുന്ന താല്പര്യത്തിന് നാടിൻ്റെ പേരിലുള്ള ഹൃദയം നിറഞ്ഞ നന്ദിയും അഭിനന്ദനങ്ങളും അറിയിച്ചുകൊണ്ട്, അധ്യക്ഷ പ്രസംഗത്തിലും മാഷിവിടെ സംസാരിക്കുമ്പോഴും ഒരു കാര്യം സൂചിപ്പിച്ചതിൻ്റെ എല്ലാം വിജയമെന്ന് പറയുന്നത് ഈ സദസ്സ് തന്നെയാണ് എന്ന കാര്യത്തിന് സംശയം വേണ്ട. അനേകം കാര്യങ്ങൾക്ക് വിനിയോഗിക്കേണ്ട സമയം ചർച്ചയ്ക്കും വാദങ്ങൾക്കും സംവാദങ്ങൾക്കും അതിനൊക്കെ വേണ്ടി നീക്കിവെക്കാൻ ഒരു ജനത തീരുമാനിക്കുമ്പോൾ തന്നെയാണ് കലയും പ്രകൃതിയും ജനാധിപത്യവും ഒക്കെ സംരക്ഷിക്കപ്പെടുന്നത് എന്ന കാര്യത്തിന് സംശയം വേണ്ട. ഒരു കാര്യം ഈ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ ഉറക്കെ വിളിച്ച് പറയട്ടെ: മൈറ്റ് ഈസ് നോട്ട് റൈറ്റ്. അധികാരവും ശക്തിയുമാണ് ശരി എന്നുള്ളത് പറയാനും പഠിപ്പിക്കാനും ഭരണകൂടങ്ങൾ ശ്രമിക്കുമ്പോൾ അതല്ല ശരി എന്നുള്ളത് പറയേണ്ടടുത്ത് പറയാനുള്ള ജനതയുടെ കരുത്തിനും അവരുടെ സ്വാതന്ത്ര്യത്തിനും കരുത്ത് പകരുന്ന ദിവസങ്ങൾ അത് വടകരയുടെ മണ്ണിനെ എന്നത്തെയും പോലെ ജീവനുള്ളതാക്കി മാറ്റട്ടെ. ഒരിക്കൽ കൂടി സംഘാടകർക്കും സദസ്സിനും നന്ദി, സ്നേഹം. എല്ലാവർക്കും സ്നേഹാഭിവാദ്യങ്ങൾ. നന്ദി ശ്രീ ഷാഫി പറമ്പിൽ. ഇനി ചടങ്ങിൽ ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്നത് കുറ്റ്യാടി നിയമസഭാ മണ്ഡലത്തിൽ നിന്നുമുള്ള മുൻ നിയമസഭാ സാമാജികനായിട്ടുള്ള ശ്രീ പാറക്കൽ അബ്ദുള്ളയാണ്. അദ്ദേഹത്തെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. പ്രിയപ്പെട്ട അധ്യക്ഷൻ, വേദിയിലെ ആദരണീയരായ വടകരയുടെ MP ഉൾപ്പെടെ പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരെ, ഈ കടത്തനാട് ഐമൂസ 3 വർഷം മുമ്പ് നേരത്തെ പറയാറുണ്ട്. ഇപ്പം 3 വർഷം മുമ്പ് ഇങ്ങനെ ഒരു പദ്ധതിക്ക് പ്ലാൻ ചെയ്യുമ്പോൾ സത്യത്തിൽ
അതെല്ലാം മലർപ്പൊടിക്കാരൻ്റെ ദിവാസ്വപ്നമായി കണ്ടതാണ്. കാരണം വടകരയിൽ ഇങ്ങനെ ഈ ഒരു സിസ്റ്റത്തിലൂടെ നമ്മൾ ഇതുവരെയായി ഇത്തരമൊരു സംവിധാനവും കണ്ടിട്ടില്ല. അപ്പോൾ ഒരു ലിറ്ററേച്ചർ ഫെസ്റ്റ് ഇവിടെ വടകരയിൽ കൊണ്ടുവരാൻ പ്രാപ്തമായ ഒരു സംവിധാനമില്ല എന്ന് നമ്മൾ സ്വയം അങ്ങ് തീരുമാനിച്ചു. അപ്പോൾ ഒരുപാട് ആലോചിക്കുകയും ചർച്ചയൊക്കെ ചെയ്ത് അതിൻ്റെ പല വിഷയങ്ങളും, അപ്പോൾ വ്യത്യസ്തമായ ഒരു സംവിധാനം ഇവിടെ ഒരുക്കണം എന്ന് പറഞ്ഞ് തുടങ്ങിയ ഒരു കാര്യം ഇന്നിപ്പോൾ അത് വളരെ നന്നായി വടകര മാത്രമല്ല കേരളം തന്നെ ശ്രദ്ധിക്കുന്ന രൂപത്തിലുള്ള ഒരു നല്ല പരിപാടിയായി മാറ്റിയെടുക്കാൻ സാധിച്ചതിൽ ഇതിൻ്റെ സംഘാടകരെ അഭിനന്ദിച്ചുകൊണ്ട് എല്ലാവിധ അഭിവാദ്യങ്ങളും. നമ്മുടെ ഈ വേദിയിൽ സൗർജ്യ ഭൗമിക്, ഒപ്പം ശ്രീ ലക്ഷ്മൺ ഗേക്വാദ്, ശ്രീ വി ടി മുരളി, ശ്രീ പി ഹരീന്ദ്രനാഥ്, ശ്രീ രജീഷ് തേറത്ത്, ശ്രീ ബിജുൽ ആയാടത്തിൽ ഒക്കെ വേദിയെ സമ്പന്നമാക്കാൻ ഇവിടെയുണ്ട്. സമയത്തിൻ്റെ പരിമിതി കാരണം നമ്മുടെ ഈ വേദി ഇനി ചടങ്ങിനുള്ള ഔപചാരികമായ നന്ദി അറിയിക്കുന്നതിനുള്ള സമയമാണ്. ഫെസ്റ്റിവൽ ട്രഷറർ ശ്രീ ലത്തീഫ് കല്ലറയെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ് ചടങ്ങിന് നന്ദി അറിയിക്കുന്നതിനു വേണ്ടി. കടത്തനാട് ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൻ്റെ 3-ാം പതിപ്പിലാണ് നാം. നന്ദി പറയുക എന്നതാണ് എൻ്റെ കടമ. ഇതിനുശേഷം ഒരുപാട് സംവാദങ്ങളും ചർച്ചകളൊക്കെ നടക്കേണ്ടതുകൊണ്ട് വളരെ ചുരുക്കി നന്ദി പറയാണ്. ഉദ്ഘാടകൻ എറിഞ്ഞ ചോദ്യശര അത് ഓരോ സാഹിത്യകാരന്മാരോട് മാത്രമല്ല മുഴുവൻ ജനങ്ങളോടുമാണ് അദ്ദേഹം പറഞ്ഞത്. ആ ഉദ്ഘാടകനെ AICCയുടെ ജനറൽ സെക്രട്ടറി ശ്രീ വേണുഗോപാലിനെ കടത്തനാട് ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൻ്റെ പേരിൽ നന്ദി അറിയിക്കുന്നു. ഈ ചടങ്ങിന് അധ്യക്ഷം വഹിച്ച അഡ്വക്കേറ്റ് ഐ മൂസ, ഡയറക്ടർ കൽപ്പറ്റ നാരായണൻ മാഷ്, ഈ ചടങ്ങിൽ സംസാരിച്ച MP അബ്ദുസ്സമദ് സമദാനി, വടകരയുടെ പ്രകാശവും പ്രതീക്ഷയുമായ ശ്രീ ഷാഫി പറമ്പിൽ, ശ്രീമതി KK രമ, ലക്ഷ്മൺ ഗേക്വാദ്, സൗർജ്യ ഭൗമിക്, അഡ്വക്കേറ്റ് K പ്രവീൺ കുമാർ, ശ്രീ പാറക്കൽ അബ്ദുള്ള, N സുബ്രഹ്മണ്യൻ, മനയത്ത് ചന്ദ്രൻ, VR സുധീഷ്, PT മുരളി, P ഹരീന്ദ്രനാഥ്, രജീത് തേറത്ത്, ബിജുൽ ആയടത്തിൽ, അടുത്ത് പരിപാടിയായ ഭരതനാട്യം നർത്തകി, പ്രശസ്ത നർത്തകി മാൻസിയ, വേദിയിലും സദസ്സിലുമുള്ള മുഴുവൻ ആളുകൾക്കും കടത്തനാട് ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൻ്റെ പേരിൽ നന്ദി അറിയിക്കുന്നു. നന്ദി.